നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഒരു വിവാദ വിഷയം രാജ്യമെമ്പാടും ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. മുസ്ലിങ്ങൾക്ക് 4% സംവരണം നൽകിയ കർണാടക സർക്കാരിൻ്റെ നടപടി ഇന്ന് പാർലമെൻറ്റിലും പ്രക്ഷുബ്ധങ്ങൾക്ക് വഴിവെച്ചു. DK ശിവകുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയെ ചുവടുപിടിച്ചാണ് വിവാദങ്ങൾ പൊങ്ങുന്നത്. DK ശിവകുമാർ വ്യക്തമാക്കിയ ഒരു കാര്യം 4% സംവരണമെന്നത് നയമാണെന്നും അത് ഭരണഘടനയിലില്ലെങ്കിലും വരും കാലഘട്ടങ്ങളിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങൾക്ക് 4% സംവരണം നൽകുന്ന തരത്തിലേക്ക് ഭരണഘടന മാറ്റിയെഴുതും എന്ന വിമർശനവുമായി BJP രംഗത്തെത്തി. അതോടെ പ്രശ്നം ചൂടുപിടിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഏതു തലത്തിലേക്ക് നീങ്ങണം, എത്ര കണ്ട് സംവരണങ്ങൾ നൽകണം, എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിക്കണം, ഈ വിഷയത്തിൽ പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, ഈ സർക്കാർ കരാറുകളിൽ കഴിഞ്ഞ ദിവസം 4% സംവരണം മുസ്ലിങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ചേർന്ന കർണാടക ക്യാബിനറ്റ് തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന വാദം ചിലർ ഉന്നയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടത്. ഈ വിഷയം അങ്ങനെ വിവാദമാക്കേണ്ട ഒന്നാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഷാജി എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ആദ്യം ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ശ്രീ ഷാജി, മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഏത് തലം വരെ പോകാമെന്നാണ് ഷാജി കരുതുന്നത്? ഹലോ, നമസ്കാരം. നമസ്കാരം. ഇവിടെ നമ്മളിപ്പോ ക്രിസ്ത്യൻസിന്റെ ഒരു കോളേജ് ഉണ്ടെങ്കിലേ അവരുടെ ക്രിസ്ത്യൻസിന്റെ മാത്രമായിട്ട് കൊടുക്കാതെ കൊണ്ട് ഹിന്ദുക്കൾക്കുള്ള പഠിത്തമുള്ള അധ്യാപകർക്കും അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കും കൂടി കൊടുക്കാനുള്ളതായ ഒരു ഇതാണെങ്കിൽ എല്ലാവർക്കും ഗുണമുണ്ടാവും. അല്ല, അങ്ങനെയല്ല. അതായത് സർക്കാർ ജോലികളിൽ, സർക്കാർ കരാറുകളിൽ, സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒക്കെ ഇത്തരത്തിൽ നമ്മളിപ്പോൾ പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടിക വിഭാഗങ്ങൾക്കുമൊക്കെ സംവരണം നൽകുന്നുണ്ട്. ഇപ്പോൾ ആ സമാനമായ ഒരു സാഹചര്യം പിന്നോക്കാവസ്ഥയുണ്ട് എന്ന് കണക്കാക്കി മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് കൂടി നൽകുന്നതാണ് ചർച്ചാ വിഷയമാക്കുന്നത്. അത് എത്ര കണ്ട് ശരിയാണെന്നാണ് താങ്കൾ കരുതുന്നത്? എനിക്കത് ഒരിക്കലും അത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് പേര് ഇത്രയും തൊഴിലൊക്കെ പഠിച്ചിട്ട് അവർക്കൊന്നും ജോലി കിട്ടുന്നില്ല. ചിലവരൊക്കെ 25 ലക്ഷവും 30 ലക്ഷം രൂപ ഒക്കെ കെട്ടിവെച്ച് ചിലവരെ പിടിപാടിൽ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് ഇപ്പം പലരെയും എനിക്കറിയാം. അവരെല്ലാം ഇപ്പോൾ ഓരോ സെയിൽസ് ഗേളുമായിട്ടൊക്കെ നടക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ഒരുപാട് പഠിത്തമുള്ള പിള്ളേരുണ്ട്. അപ്പൊ ഇത് സർക്കാർ കൂടുതലായിട്ട് ആൾക്കാരെ അവഗണിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, അത് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, ഈ വിഷയം ചർച്ചയ്ക്ക് വരാനുണ്ടായ ഒരു കാരണം ന്യൂസ് 18 സംഘടിപ്പിച്ച ഇന്ത്യ ഡയമണ്ട് സ്റ്റേറ്റ് സമ്മിറ്റ് 2025 DK ശിവകുമാർ ഈ പരാമർശം നടത്തിയത്. ഈ പരാമർശത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം, അവിടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കരാറുകളിൽ 4% സംവരണം നൽകുന്നു. അത് 2 കോടി വരെയുള്ള ജോലികൾ ചെയ്യുന്നതിന്, പ്രവൃത്തികൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു കരാറുകളിൽ അവർക്ക് 4% സംവരണം നൽകും. അപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമാണോ എന്ന ചോദ്യത്തിനാണ് ഭരണഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം, ഭരണഘടനയിൽ മാറ്റങ്ങൾ നിർദ്ദേശിക്കുന്ന തരത്തിൽ കോടതി വിധികളും വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. ആ വിഷയമാണ് ഇന്ന് വലിയ തോതിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. എൻ്റെ അടുത്ത കോളർ രാജൻ കൊല്ലത്ത് നിന്നാണ് ചേരുന്നത്. ശ്രീ രാജൻ, എങ്ങനെ കാണുന്നു ഈ മതാടിസ്ഥാനത്തിലുള്ള സംവരണം എങ്ങനെ ഗുണം ചെയ്യുമെന്നാണ് ശ്രീ രാജൻ കരുതുന്നത്? ശ്രീ രാജൻ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. ഞാൻ ചില യൂട്യൂബ് പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഒന്നാമത് ജയകുമാർ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നു. ബിജു എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നു. അയാൾ ബിജു വിൻകോ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നു. മതാടിസ്ഥാനത്തിലുള്ള സംവരണം അനാവശ്യം എന്നാണ് ആർട്ട് ഗാലറി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മധു എന്നൊരു പ്രേക്ഷകൻ എനിക്കൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നാണ്. ശ്രീ മധു, നമസ്കാരം സർ. മധു എന്ത് കരുതുന്നു? മതാടിസ്ഥാനത്തിലുള്ള ഒരു സംവരണം നമുക്ക് ആവശ്യമാണോ? എന്താണ് മധുവിൻ്റെ നിലപാട്?
സാറേ ഈ ഇങ്ങനെയുള്ള ഒരുപാട് ന്യൂനപക്ഷ പീഡനം നടത്തിക്കൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ ഈ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുപോലെ ഇനിയും നടത്തുമ്പോൾ അത് നമ്മുടെ BJPക്കും മറ്റുള്ള പാർട്ടിക്കാർക്കും ഗുണം കൂടുതൽ ചെയ്തു കൊടുക്കും. അതാ ഉണ്ടാവുക. അല്ലാണ്ട് മറ്റവർക്ക് ഒരു 4% കൊടുക്കുന്നുണ്ട്, 6% കൊടുത്തോണ്ട് അവർക്ക് വലിയ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതിന് പിന്നിൽ വലിയ വമ്പൻ ലോബികളാണ് കളിക്കുന്നത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇതിൽ വന്നിട്ടുള്ള ഒരു വിഷയം, ഇത് കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പിലും ഇതൊരു ചർച്ചാ വിഷയമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ വിഷയം പ്രചരണ വേദികളിൽ ഉയർത്തി. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന പ്രധാനമന്ത്രിയുടെ ചില പ്രസ്താവനകളെയാണ്. അന്ന് കോൺഗ്രസ് ഈ ന്യൂനപക്ഷങ്ങൾക്ക് ഇത്തരത്തിൽ അവർക്ക് ഇന്ത്യയുടെ വിഭവങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാകണം, അല്ലെങ്കിൽ അവർക്ക് പ്രഥമ പരിഗണന നൽകണം എന്ന മൻമോഹൻ സിംഗിൻ്റെ വാക്കുകളെ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയത്. പ്രചാരണത്തിൻ്റെ ഒരു ഘട്ടം പിന്നിട്ടതിന് ശേഷമാണ് അത്തരം ഒരു ആരോപണം വരികയും, അങ്ങനെ ഈ മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഒരു വലിയ ചർച്ചാ വിഷയമായി മാധ്യമങ്ങൾക്കിടയിൽ ഉയർത്തിരിഞ്ഞു വരികയും ചെയ്തു. പിന്നീട് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമൊക്കെ സമാനമായ രീതിയിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് 4% സംവരണം നൽകാനുള്ള നടത്തിയ നീക്കങ്ങളും ചർച്ചാ വിഷയമായി. പലപ്പോഴും ഇതിനെതിരെ വന്ന കോടതി വിധികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് BJP ഈ വിഷയത്തെ ഉയർത്തിക്കാണിച്ചത്. ഒരു രാഷ്ട്രീയ വോട്ട് ബാങ്കാണ് ഇതിന് പുറകിൽ എന്നാണ് അന്നത്തെ ഒരു ആരോപണമായി വന്നത്. ദിവാകരൻ എന്നൊരു പ്രേക്ഷകൻ എനിക്കൊപ്പം ചേരുന്നത് തലശ്ശേരിയിൽ നിന്നാണ്. ശ്രീ ദിവാകരൻ, പിന്നോക്ക വിഭാഗങ്ങൾക്ക് നൽകുന്ന സംവരണം കാലങ്ങളായി നമ്മുടെ രാജ്യത്തുണ്ട്. അത് വീണ്ടും 10 വർഷത്തേക്ക് കൂടി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നിയമവും വന്നിരിക്കുന്നു. സ്വാഭാവികമായും പിന്നോക്ക വിഭാഗങ്ങൾ അതിന് അർഹരാണ് എന്ന പൊതുധാരണയുണ്ട്. പക്ഷേ മതാടിസ്ഥാനത്തിൽ അങ്ങനെ സംവരണത്തിൻ്റെ ഒരു അനിവാര്യത ഉണ്ട് എന്ന് രാജ്യം ചർച്ച ചെയ്യുന്നുണ്ടോ? ആ സാറേ, പിന്നെ ഇവരെ എലക്ഷൻ ടൈമിന് പല ഓഫറും ഇല്ലാതെ കള്ളത്തായിട്ടുള്ള പല ഓഫറുമായിട്ട് പറയും. അന്നേരം ഈ ജനങ്ങളെ വഞ്ചിച്ചിട്ട് ജനങ്ങള് ഈ അട്രാക്റ്റീവ് ആയിട്ട് ജനങ്ങൾ അതിൽ ആകർഷിച്ചിട്ട് വോട്ടങ്ങ് കൊടുത്തു. ഭരണത്തിൽ വരുമ്പോൾ അതെല്ലാം മറക്കും. കേരളത്തിലും അങ്ങനെ തന്നെയല്ല നടക്കുന്നത്, എല്ലാവരുടെയും അങ്ങനെ തന്നെ, എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ തന്നെ. ചിലത് മാത്രം ആ രീതിയിൽ മുന്നോട്ട് പോവുക. അതിന്റെ ഓഫർ പറഞ്ഞു ഓഫർ വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ജയകുമാർ എന്നോട് പറയുന്നത് മതം ഏതായാലും സാമ്പത്തിക സംവരണം നടപ്പിലാക്കണമെന്ന് പറയുന്നു. സെബാസ്റ്റ്യൻ ചെറുമേൽ പറയുന്നു സംവരണം പാടില്ല, ഉണ്ടെങ്കിൽ തന്നെ എൻട്രി ലെവലിൽ വേണം. സംവരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതു ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് ഭരണഘടനാ ശില്പികൾ അത്തരത്തിൽ ഒരു നീക്കം നടത്തിയത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അന്ന് ഇത് സാമ്പത്തിക സംവരണം കൊണ്ടുവരാം എന്ന ചില ആശയങ്ങൾ വന്നപ്പോൾ തന്നെ അംബേദ്കറിനെ പോലുള്ളവർ അതിനെ ശക്തമായി എതിർത്തിരുന്നു. കാരണം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവനും മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവനും തമ്മിൽ ഏറ്റുമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പിന്നോക്ക വിഭാഗത്തിലുള്ള പാവപ്പെട്ടവൻ തോറ്റുപോകും എന്ന ഒരു ആശങ്കയാണ്. സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള സംവരണമല്ല വേണ്ടത്, അത് ജാതി അടിസ്ഥാനത്തിൽ പിന്നോക്ക പട്ടിക വിഭാഗങ്ങൾക്കാണ് സംവരണം നൽകേണ്ടത് എന്ന ആശയത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേർന്നത്. രാജഗോപാൽ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാജഗോപാൽ, തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജഗോപാൽ കേൾക്കാമോ? യെസ്, ഞാൻ ശ്രീ രാജഗോപാലിലേക്ക് വരാം. ഫിജിത എന്നോട് പറയുന്നു, അപ്പോൾ ന്യൂനപക്ഷം മാത്രം മതി എന്നാണോ എന്ന് ചോദിക്കുന്നു. ഫിജിതയുടെ പ്രതികരണം. യെസ്, ഞാൻ അതിലേക്ക് കൂടി വരാം. ഏതായാലും ഈ വിഷയം പാർലമെൻറ്റിൽ ഇന്ന് വലിയ തോതിൽ ചർച്ചയായി. പ്രത്യേകിച്ച് രാജ്യസഭയിൽ ഈ വിഷയം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ആയിരുന്നു പ്രക്ഷോഭം. സൈനുദാസൻ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ സൈനുദാസൻ, കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? സർ നമസ്കാരം സർ, ഞാൻ കോഴിക്കോട് നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. യെസ്, എനിക്കറിയാം. സൈനുദാസൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഇടയ്ക്ക് ചിലപ്പോൾ ആദ്യ കുറച്ച് ദിവസങ്ങൾ ഞാൻ പേര് തെറ്റി പറഞ്ഞു പോയി. പിന്നീട് ഞാൻ സൈനുദാസൻ എന്ന് തിരുത്തി. അതാണ് വളരെ വിചിത്രമായ, അല്ലെങ്കിൽ വിചിത്രം എന്നല്ല, വളരെ വ്യത്യസ്തമായ ഒരു പേരാണ്. എന്താണ് ആ പേരിന്റെ പിന്നിൽ വല്ല കഥയുണ്ടോ? വ്യത്യസ്തനാണ്. അതെ, വ്യത്യസ്തൻ എന്ന് വെച്ചാൽ ഞാൻ ഈ മതത്തിനൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാം, മതം എന്ന് പറഞ്ഞ ഒരു ഭ്രാന്താണ്. അത് ശരി. അതായത് ഇത് സാമ്പത്തിക അടിസ്ഥാനത്തിൽ പാവങ്ങളും കഴിവുള്ളവരെയും മുന്നോട്ട് കൊണ്ടുവരണം. ഈ സംവരണം കൊടുക്കുന്നത്, അതായത് 4% സംവരണം കൊടുക്കുന്നത്, അതൊക്കെ അവരുടെ ഒരു വോട്ട് ബാങ്ക് മാത്രമാണ്. ദയവ് ചെയ്ത് ഈ കാര്യം ഉണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാം ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കേണ്ട ആൾക്കാരാണ് ഉള്ളത്.
കാരണം ഇന്ത്യയെ പോലെ ഒരു സമ്പന്നമായ രാഷ്ട്രം എവിടെയാണ് സാർ ഉള്ളത്? കേരളം കൂടി അങ്ങനെ തന്നെയല്ല. ഇപ്പൊ ഇത് ന്യൂനപക്ഷം ഇതൊന്നും പറയരുത്. കാരണം എല്ലാവരും മനുഷ്യര് കഴിവിനനുസരിച്ച് അവർക്ക് ഓരോരോ പോസ്റ്റ് കൊടുക്കണം. വ്യക്തമാണ്. അല്ലാതെ നമ്മൾ ഈ മതത്തിന്റെ പേരിലൊന്നും തമ്മിൽ തല്ലിക്കാൻ ഒരിക്കലും നോക്കരുത്. ശരി, വ്യക്തമാണ്. രാജഗോപാൽ, ശ്രീ രാജഗോപാൽ, താങ്കൾ കേൾക്കാമോ? ശ്രീ രാജഗോപാൽ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കർണാടക സർക്കാർ 4% സംവരണം കരാർ ജോലികൾ നൽകുമ്പോൾ അതിൽ 4% സംവരണം മുസ്ലിം വിഭാഗത്തിന് നൽകിക്കൊണ്ട് അവർ ഒരു തീരുമാനമെടുത്തത്. അതിനുള്ള ഉത്തരവ് അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രിസഭാ യോഗം അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. നേരത്തെ അതൊരു പ്രഖ്യാപനമായിരുന്നു. സ്വാഭാവികമായും ആ വിഭാഗത്തിന് കൂടി അവിടുത്തെ പൊതുകാര്യങ്ങളിൽ ഇടപെടാനും അവർക്ക് കൂടി പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ഉറപ്പിക്കാനുമാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് DK ശിവകുമാറും കോൺഗ്രസും വ്യക്തമാക്കുന്നു. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമെന്നാണോ, അതോ ഇത് അർഹിക്കുന്ന പാവപ്പെട്ടവരായ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്ന ന്യൂനപക്ഷങ്ങളെ കൂടി സഹായിക്കാനുള്ളൊരു നീക്കമാണ് എന്ന് കരുതുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതില് ഒരു വിഷയമുള്ളത്, ഇത് ഒരിക്കലും പ്രാവർത്തികമാകാൻ പോകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പേ ഉണ്ട്. ഭരണഘടന ബേസ് ചെയ്തുകൊണ്ട് ആണല്ലോ നമുക്ക് ഒരു സംസ്ഥാന ഗവൺമെന്റിനുള്ള പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അല്ല, അവിടെയാണ് ഈ തർക്കം വന്നപ്പോഴാണ് DK ശിവകുമാർ അത് കൂടുതൽ അതിൽ പ്രതികരണം നടത്തി കൂടുതൽ പുലിവാല് പിടിച്ചത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഈ ഡയമണ്ട് സമ്മിറ്റിൽ അത് ഭരണഘടന ഒരുപക്ഷെ അതിനെ സമ്മതിക്കുന്നില്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഭരണഘടനയെ മാറ്റണമെന്ന് നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നും മറ്റു കോടതികളിൽ നിന്നും വന്നിട്ടുണ്ട്. ഭരണഘടനയും വരും കാലങ്ങളിൽ മാറാം. കോടതി കൂടി സംസ്ഥാന സർക്കാരിന് അനുകൂലമായി നിൽക്കുന്ന ഒരു ചൊട്ടപ്പടിക്ക് നിൽക്കുന്ന ഒരു സ്ഥിതി വരണം. അല്ലെങ്കിൽ പാർലമെന്റിൽ ഭൂരിപക്ഷം വേണ്ടേ? അത് അർത്ഥശൂന്യമായ ഒരു വാദഗതിയും. അല്ല, പക്ഷെ അത് BJP പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അങ്ങനെ ഒരു നിയമ ഭേദഗതിയുമായി അവർ വരും. അതാണ് സാറേ, BJPക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന വളരെ ബോധപൂർവമായ ഒരു ഇരട്ടത്താപ്പ് സംഗതിയാണ്. അവിടെ നിലനിൽക്കുന്ന സാമുദായികമായ മൈത്രി എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഹിന്ദു വിഭാഗത്തിൽ ഉള്ള ഒരു ഏകീകരണമാണ് ഇതിലൂടെ സംഭവിക്കാൻ പോണത്. അല്ലാതെ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന യാതൊരു ഇതിപ്പോ മുസ്ലിം സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ബ്ലണ്ടറായ ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹത്തിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. കേവലം 1-2 വോട്ടിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഇതിനെ കാണാനൊക്കൂ. ഇതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇതിന്റെ ഇമ്പാക്ട് ശരിയോ തെറ്റോ എന്നുള്ളത് ഇപ്പൊ ഭരണഘടന അനുശോചിക്കുന്ന സംവരണങ്ങൾ കുറേ അധികം ഉണ്ട് മുസ്ലിങ്ങൾക്ക്. എങ്കിലും ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നതല്ല. വെറും തരംതാണ രാഷ്ട്രീയ സ്റ്റണ്ട് എന്ന് മാത്രമേ ഇതിനെ പറയാൻ. വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. സുനിമോൾ എന്നോടൊപ്പം ചേരുന്നുണ്ട്. മതാടിസ്ഥാനത്തിലുള്ള സംവരണം വേണ്ട എന്നാണ് അവരുടെ അഭിപ്രായം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവർക്ക് സംവരണം നൽകണം എന്നാണ്. പലരും അങ്ങനെ ഒരു ആവശ്യം പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു ലോജിക്ക് ഇല്ല എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ സമർത്ഥിച്ചതാണ്. ഓക്കെ, രാജൻ നമുക്കിപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ് അല്ലേ? ശ്രീ രാജൻ. അതെ, ഞാൻ പറഞ്ഞിട്ട് ഈ 4% വളരെ കുറവാണ്. അതൊരു 25% എങ്കിലും ആക്കണം. കാരണം നമുക്കിപ്പോ പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് എത്ര ശതമാനമാണ് കൊടുക്കുന്നത് നോക്കി, ഭയങ്കര സംവരണമാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലെ 50% സംവരണമാണ് ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നത്. അതുപോലെ ലിബിയ, സിറിയ ഇവിടങ്ങളിലൊക്കെ ഭയങ്കര സംവരണമാണ് മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഇപ്പം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് സംവരണം കൊടുത്ത കാരണം അവർക്ക് അവിടെ കിടക്കപ്പുറത്തിയില്ല. ഒരുപാട് ഭയങ്കര സംവരണം അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ കൂടുതൽ കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് ഒരിക്കലും ഗുണം വരാത്തത്. ഈ പൊട്ടുന്നത് അവർ കേറാനേ പോകുന്നില്ല ഭരണത്തിൽ. അത് എഴുതി വെച്ചു സാർ. ഈ BJPക്ക് അടുത്ത പ്രാവശ്യം 10 സീറ്റെങ്കിലും വരും തീർച്ചയായിട്ടും. ഇതുപോലൊരു പാർട്ടി. ഓക്കെ, ശരി ശരി. യെസ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ബ്രഹ്മദാസൻ എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കാണ് സംവരണം വേണ്ടതെന്ന് പറയുന്നു. ഗോപകുമാറും മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടന അനുവദിക്കുന്നില്ല, ഇതൊക്കെ വോട്ട് ലക്ഷ്യം വെച്ചാണ് എന്ന് എന്നോട് പറയുന്നു. അടുത്ത പ്രേക്ഷകൻ ഉണ്ണികൃഷ്ണനാണ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, നമസ്കാരം. അങ്ങക്ക് എന്ത് തോന്നുന്നു? ഈ സംവരണ തത്വം വീണ്ടും ഒരു ചർച്ചാ വിഷയമാവുകയാണ്. കഴിഞ്ഞ ദിവസം അത് വീണ്ടും ഒന്നുകൂടി ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുണ്ടായ ആ വിവാദം ഒന്നുകൂടി പുകഞ്ഞു. പാർലമെൻറ്റിൽ ഇന്നത് ചർച്ചാ വിഷയമായി. അങ്ങക്ക് എന്ത് തോന്നുന്നു? DK ശിവകുമാർ പറഞ്ഞത് ഈ ഭരണഘടനയിലൊക്കെ മാറ്റം വരും, ഇത്തരത്തിൽ പിന്നോക്ക വിഭാഗങ്ങളിൽ നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഒരു പ്രവർത്തനം നടത്താനെന്ന്. അതിനെ അങ്ങ് അനുകൂലിക്കുന്നുണ്ടോ?
കൊടുത്ത് ഇപ്പൊ എന്ത് വേണം? നിങ്ങൾക്കറിയാമോ? ഈ പിന്നെ ന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞ് കൊടുത്ത് ഇപ്പം ന്യൂനപക്ഷങ്ങളെ വീട്ടിൽ പോയി ഭൂരിപക്ഷം കളയലും കഞ്ഞിവെപ്പും കാര്യങ്ങളായിട്ട് ജീവിക്കേണ്ട ഗതികേടിലാണ്. ഇവിടെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗമുണ്ട്, ഇവിടെ അല്ലെങ്കിൽ മറ്റേ ഹൈന്ദവൻ എന്ന് പറഞ്ഞുകൊണ്ട്. അവരെയൊക്കെ അവസ്ഥകൾ എന്താണെന്ന് യുവമാർക്ക് അറിയാമോ? വളരെ ദയനീയമായ അവസ്ഥയാണ്. ഇന്ന് ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന വർഗ്ഗങ്ങൾ നിൽക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? അവർ കോടീശ്വരന്മാരും ഇവിടെ പിന്നെ എന്ത് വേണമെങ്കിലും അവർ നിമിഷ നേരം കൊണ്ട് നടത്താൻ പറ്റുന്ന കഴിവുള്ളവരാണ്. ഇന്ന് മറ്റുള്ള സമുദായത്തിൽപ്പെട്ട ആൾക്കാർ കിടന്ന് എന്താ പറയാ പിച്ചക്കായ്ക്ക് നിവർത്തിയില്ലാതെ നടക്കുന്ന ആൾക്കാരാണ്. ഗതികെട്ടായി ഇവന്മാര് 4 വോട്ടിന് വേണ്ടി ഈ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടിന് മറ്റുള്ളവരെ കൊണ്ടല്ലേ മാനസികമായിട്ട് അവർക്കുണ്ടാവുന്ന വിഷമം അത് ഇവർക്ക് തന്നെ കിട്ടും പിന്നീട് പണി. അതിൽ ഒരു സംശയം വേണ്ട. എന്നെ പോലുള്ളമാർക്കൊക്കെ നല്ല വിഷമമുണ്ട്. ഇവിടെ എന്തിനാ ഇതിപ്പോ കൊണ്ടുവരണത്? ഇവിടെ പിന്നെ സംവരണം കൊണ്ടുവന്ന് എല്ലാം കൂടെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളവന്മാർ ഇവിടെ കിടന്ന് ഒരു ഗതിയും പരഗതിയില്ലാതെ തെണ്ടുകയാണ്. ഇതെന്തോന്നാണ് കാണിക്കണത്? വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വളരെ കൃത്യവുമാണ്. ഹരിദാസ് എന്നോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. ഹരിദാസ് കോഴിക്കോട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാർ ഞാൻ കോഴിക്കോട് ടൗണിൽ നിന്ന്. ടൗണിൽ നിന്നാണ്. ഓക്കെ. സാർ ഈ സംവരണം എന്ന് പറഞ്ഞാൽ ഈ പിന്നോക്കാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരാളുകളെ മുന്നോക്കാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ ഒരു പീരീഡ്, ലിമിറ്റഡ് പീരീഡ് വെച്ചിരുന്നു. അന്ന് 10 വർഷമായിരുന്നു. പിന്നെ അത് പോരാ എന്ന് തോന്നി, ഇപ്പൊ വീണ്ടും കൂട്ടി. അതെ, അങ്ങനെ ആട്ടെ. പക്ഷെ എങ്കിലും ഒരു ജോലിക്ക് സംവരണം കൊടുത്ത കരാറിന് സംവരണം വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞാൽ ആ സമുദായത്തെ ഇകത്തി കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരി. അപ്പൊ ജോലിക്ക് വേണമെങ്കിൽ കൊടുത്താൽ തെറ്റില്ല. പക്ഷേ ജോലി ഇപ്പൊ നിലവിൽ ഉണ്ടല്ലോ സാർ, ഭരണഘടനാ അടിസ്ഥാനത്തിൽ ഉണ്ടല്ലോ. അല്ല, അത് സംവരണം അത് പിന്നോക്ക വിഭാഗത്തിനും പട്ടിക വിഭാഗത്തിനുമാണ്. ഞാൻ പറയുന്നത് ഇത് മുസ്ലിം കേരളത്തിൽ കണക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അല്ല, നമ്മളിപ്പോ തർക്കിച്ചു വന്നത് അല്ലെങ്കിൽ ഈ വിവാദം കണ്ടുവന്നത് ഈ കർണാടകയിലാണ്. അവിടെ കരാർ ജോലികൾ ഏർപ്പെടുത്തുമ്പോൾ അതിൽ അവർ 4% സംവരണം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൽകാം എന്ന തീരുമാനം എടുത്തിരിക്കുന്നു. അല്ല സാർ, അത് സത്യം പറഞ്ഞില്ല. അത് ഈ നമ്മുടെ നിലവിലുള്ള ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു കരാർ വർക്കുകാരന് സംവരണം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ പറഞ്ഞേ, ഇത് പറഞ്ഞാൽ ആരോ എന്തോ ഈ പ്രത്യേകം ആ സമുദായത്തിന്റെ പേര് പറഞ്ഞിട്ട്, ആ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് അവരെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി കാണിക്കുകയാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, രവീന്ദ്രൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ചേരുകയാണ്. ശ്രീ രവീന്ദ്രൻ, അങ്ങക്ക് എന്ത് തോന്നുന്നു? ഈ വിവാദം വീണ്ടും പുകയുന്നതിന്റെ പിന്നിൽ എന്തായിരിക്കും കാര്യം? ആദ്യമായിട്ട് ഹൃദയം നിറഞ്ഞ ഒരു നമസ്കാരം പറയാം കേട്ടോ. സന്തോഷത്തിലാണ് ഞങ്ങള് ബിജെപിക്കാരുന്ന്. ഞങ്ങൾക്ക് രാജീവം വിടർന്ന ദിവസമാണ് കേരളത്തില്. പുതിയ പ്രസിഡന്റിനെ കിട്ടി. ഇനി ബഹുദൂരം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണോ പ്രതീക്ഷ? പിന്നെ ഞങ്ങളെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. കാരണം അത്രയും നല്ലൊരു മിടുക്കനായ ഒരാളെ നമുക്ക് കിട്ടിയില്ലേ, അത് തന്നെ ഞങ്ങൾക്ക് നേട്ടമല്ലേ. സുരേന്ദ്രനൊന്നും മോശമൊന്നും അല്ല കേട്ടോ പറഞ്ഞു. ആ കാര്യം അങ്ങനെ ചിന്തിച്ചല്ലേ. പലരും പോലും അവിടെ വളർന്നു വരട്ടെ. ഓരോരുത്തരും നല്ല കഴിവുള്ളവർ കയറി വന്നല്ലേ വളരത്തുള്ളൂ. അപ്പൊ ഒരു വ്യവസായ പ്രമുഖൻ വന്നതിന്റെ സന്തോഷത്തിലാണോ, അതോ ഒരു വികസന മുഖമുള്ള ഒരാൾ വന്നതിന്റെ സന്തോഷത്തിലാണോ, അതോ പാർട്ടിക്ക് പുതിയ സാധാരണ ഈ RSS ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവരാണല്ലോ പലയിടങ്ങളിൽ അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ വരുന്നത്. അപ്പൊ അതൊന്നും അത്ര കണ്ടില്ലാത്ത ഒരു BJPയുടെ തന്നെ പ്രവർത്തകൻ അല്ലെങ്കിൽ നേതാവ് വന്നു എന്ന സന്തോഷമാണോ? സാറേ, എല്ലാരും വേണം, വ്യവസായിയും വേണം, താഴെത്തട്ട് വേണം. അതല്ലാണ്ട് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തലപ്പക്കത്തിരിക്കുന്ന ഒരു ചായക്കടക്കാരൻ താഴെത്തട്ടുള്ളതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മേളിത്തട്ടിലാണ്. അങ്ങനെ വന്നാലേ നമുക്കൊരു ഒരു മകാരാജി ഒരു ഇതുപോലെ ഇന്ത്യ പോലെയുള്ള ഒരു മകാരാജി. പ്രധാനമന്ത്രിക്കുള്ള ഒരു നേട്ടം അത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. മുമ്പ് എൻ്റെ വളരെ സീനിയറായ മാധ്യമപ്രവർത്തകർ പറഞ്ഞാണ്, അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അമിത്ഷായുടെ പുറകിൽ ഒരു സ്കൂട്ടറിൽ ഇരുന്ന് പോസ്റ്റർ ഒട്ടിച്ച് നടന്ന് അങ്ങനെ സംഘടനാ പ്രവർത്തനം നടത്തിയ നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വശത്ത്, മറുവശത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ആളുകൾ സംശയത്തോടെ നോക്കുന്ന രാജീവ് ചന്ദ്രശേഖർ മറുവശത്ത്. അത് തെറ്റാ സാറേ. കാരണം എന്താ വെച്ചാൽ പുള്ളി മുഖ്യമന്ത്രിയാകുന്ന ആ സമയത്ത് സാറ് പരിശോധിച്ചോ, ഒരു കോളേജിലൊരു മെമ്പർ പോലും ആയിട്ടില്ല, മത്സരിച്ചൊരു മെമ്പർ ആകാത്തൊരു വ്യക്തി. അതാ ഞാൻ പറഞ്ഞ അത് അദ്ദേഹം താഴെത്തട്ടിൽ പോസ്റ്റർ ഒട്ടിച്ച് ചെറുകിട പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളെ കൂട്ടിയോജിപ്പിച്ച് അങ്ങനെ പ്രവർത്തിച്ചു സംഘടനയുടെ താഴെത്തട്ടിൽ. പക്ഷെ അങ്ങനെ പ്രവർത്തിച്ച് വേണ്ട ആളുകൾ മുകളിലേക്ക് വരാനെന്നൊരു ചോദ്യമുണ്ട്. പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരാൾ വന്ന് അധ്യക്ഷനാകുന്നു എന്നത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. അല്ല, നമുക്ക് എന്തെങ്കിലും ഒരു നടപ്പിലാക്കും, ഒരു പദ്ധതി
അതിന് ആംബിയർ ഉള്ളവർ മാത്രമേ നമുക്കൊരു പ്രസ്ഥാനത്തിലെ കുടുംബമാണെന്ന് ശരി, നമ്മുടെ കുടുംബത്തിലാണെന്ന് ശരി, അതിനുള്ള ആംബിയർ ഉള്ള കൊണ്ടല്ലേ കാര്യങ്ങൾ നടക്കത്തില്ല. അതുപോലെ തലപ്പൊക്കത്ത് അത് നമ്മളിപ്പോ വിശ്വ അവരെന്ന് പറഞ്ഞ് നമ്മള് കൊണ്ടുവന്നു എന്തെങ്കിലും പോസ്റ്റ് പോലും ഓടിക്കാത്ത ഒരാളാണ് പുള്ളി അവിടെ നിരന്തരമായിട്ട് ജയിച്ചോണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ അഭിമാനമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്കും ഒരു അഭിമാനമാണ് പുള്ളി വന്നതിന്. ഇതിനകത്ത് പറയുകയാണോ സാറേ, എനിക്കിപ്പോ ഇതിനകത്ത് പറയുന്നത് പട്ടികജാതിക്കാർക്ക് ആദിവാസികൾക്കും മാത്രമേ ഇങ്ങനെയുള്ള സംവരണം കൊടുക്കാറുള്ളൂ. ബാക്കി ഒരു സമുദായത്തിൽ സംവരണം എന്ന് പറഞ്ഞ സാധനം കൊടുക്കരുത്. സംവരണം എന്ന് പറഞ്ഞ സാധനം കൊടുത്ത് ഇവരുടെ മടിയന്മാരാവും. എന്താ ചിന്തിച്ചാൽ വേറെ ജോലി അന്വേഷിച്ച് പോവുകയാണ്. ഈ സർക്കാരിന്റെ ഈ ജോലി കിട്ടുമെന്ന് പറഞ്ഞ് അല്ലെ ഈ പദ്ധതി കിട്ടുമെന്ന് പറഞ്ഞ് കിട്ടിയിരിക്കും. അങ്ങനെ പറ്റുമ്പോഴാണ് വേറെ ഒന്നും ചെയ്യാനൊന്നും പോവുകയല്ല. ഈ ഇപ്പം നമ്മൾ ഈ PSC എഴുതിയിട്ടിരിക്കുന്ന പോലെ പറ്റും. PSC എഴുതിയിട്ട് മുട്ടയിൽ എഴുതി അവസാനം ആയുസ് തീർക്കുന്നുണ്ട്, അത് വല്ല കിട്ടുമോ? വേറെ ജോലിക്ക് ശ്രമിക്കുകയല്ല. കാരണം PSC എഴുതിയിട്ടിരിക്കുമല്ലേ, അത് കിട്ടും എന്ന് പറഞ്ഞ പോലെയാണ് ഈ സംവരണവും പറ്റാൻ പോകുന്ന ഒരു സംഭവം എന്നു വെച്ചാൽ. പിന്നെ കോൺഗ്രസ് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അവർ അധികാരത്തിൽ വന്നത്. നരേന്ദ്രമോദി പറഞ്ഞപ്പോഴേക്കും നരേന്ദ്രമോദിയെ ശരി പറയുമായിരുന്നു എല്ലാവരും കൂടെ. പക്ഷെ സത്യമാണെന്നുള്ള അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓരോ സംസ്ഥാനത്തും അവർ ഇത് നടപ്പിലാക്കുമെന്ന്. പക്ഷേ ദൈവം സഹായിച്ച് ഇപ്പോൾ 1, 2, 3 ഉള്ളൂ കോൺഗ്രസ് ഭരിക്കുന്നത്. ബാക്കി ഭരിക്കുന്നതെന്ന് പറഞ്ഞ സഖ്യകക്ഷിയാണ്. ഇനിയിപ്പോൾ അതും കൂടെ ഇല്ലാതെയാവും. അപ്പൊ പിന്നെ ഇത് നടപ്പിലാക്കും നടക്കുകയാകും. അത് നടപ്പിലാക്കട്ടെ അവർ, അവരുടെ ആഗ്രഹമല്ലേ, അവരടയാൻ പോവും. അപ്പൊ അവരുടെ ആഗ്രഹം നടപ്പിലാക്കട്ടെ, അതല്ലേ ഇപ്പോൾ ഇതിനകത്ത് പറയാനുള്ളൂ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. യെസ്, AK മണി എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ AK മണി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ഹലോ, ആ KK മണി. താങ്കൾക്ക് എന്ത് തോന്നുന്നു? മതാടിസ്ഥാനത്തിലുള്ള ഒരു സംവരണം നമ്മുടെ രാജ്യത്ത് നടപ്പിലാകുമെന്ന് തോന്നുന്നു? മതാടിസ്ഥാനത്തിലെ സംവരണം തെറ്റാണ്. അത് ശരി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് മാത്രം സംവരണം കൊടുക്കുക. അത് ഏത് ജാതിയായാലും മതമായാലും ഏതായാലും ശരി, സംവരണം സാമ്പത്തികമായി പിന്നോക്കം മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ആരായാലും. അത് ഇപ്പൊ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപതി പിന്നോക്കക്കാരിയാ. അങ്ങനെ നോക്കി അവർക്കൊന്നും സംവരണം കൊടുക്കുന്നത് സംവരണ ലെവലിലല്ല വന്നേക്കുന്നത്. അവരവരുടെ കഴിവിന്റെ പുറത്തായിട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് കഴിവിന്റെ പുറത്ത് തീർച്ചയായും അവർക്ക് സംവരണം കൊടുക്കണം ആരായാലും. അതിനകത്ത് രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല. അതാണ് ചെയ്യേണ്ടത്. ഹലോ, കേൾക്കാം. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഹലോ, യെസ് കേട്ടു. സുനിൽകുമാർ പറയുന്നത് 95 മാർക്കുള്ള ജനറൽ കാറ്റഗറിക്കാരൻ ഔട്ട്, 40 മാർക്കുള്ള ജാതി സംവരണക്കാരൻ ഇൻ എന്നാണ് പറയുന്നത്. എൻ്റെ സുനിൽകുമാറെ, ഇത് 90% ഉള്ള ജനറൽ കാറ്റഗറിക്കാരൻ ഔട്ടാകില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല മറ്റ് ഈ 40% കിട്ടുന്ന സംവരണക്കാരൻ്റെ അവസ്ഥ അത് എങ്ങനെയാണ് 40% എത്തിയതെന്ന് കൂടി നമ്മൾ ആലോചിച്ച് മാറ്റം വരുത്തും എന്നാണ് ഞാനും വിചാരിക്കുന്നത് താങ്കളുടെ അഭിപ്രായത്തിൽ. ഓക്കെ, സുനിൽകുമാർ ഉണ്ണികൃഷ്ണന് പിന്തുണ നൽകുന്നുണ്ട്. സ്പോർട്സ് ഗുരു നമുക്കൊപ്പം രമേഷ് കുമാർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. മതാടിസ്ഥാനത്തുള്ള സംവരണം മാറ്റണം എന്നാണ് അദ്ദേഹം പറയുന്നത്. രാജീവും വിടരും, BJP വളരും എന്ന ജോസഫ്. എനിക്ക് തോന്നുന്നു BJPക്കാരൊക്കെ വലിയ ആവേശത്തിലാണ്. അവരുടെ പുതിയ അധ്യക്ഷൻ സ്ഥാനമേറ്റു. അപ്പോൾ സ്വാഭാവികമായും വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നു. രാജീവം വിടരുന്നു എന്നൊക്കെയാണ് ജോസഫ് KM പറയുന്നത്. സുനിൽകുമാർ പിന്നെ പൊതുവേദിക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സന്തോഷം. സുനിമോളും BJPക്ക് ഒപ്പം നിൽക്കുന്നു. സതി ബാബുരാജ് പറയുന്നു, ഹായ് മനു, ഫിനാൻഷ്യലി ബാക്ക്വേർഡ് പീപ്പിൾ they are given this is not done caste or religion. Where is your good looking coat എന്നാണ് ചോദിക്കുന്നത്. ഞാനിന്ന് കോട്ട് എടുത്തില്ല. അത് സാധാരണഗതിയിൽ കോട്ട് ഞാനതിൽ ഒരു രഹസ്യമുണ്ട് കോട്ട് ധരിക്കുന്നതിന്. പക്ഷേ ഇന്ന് അത് ധരിച്ചില്ല എന്നേ ഉള്ളൂ. ഏതായാലും അടുത്ത ദിവസം കോട്ട് ധരിക്കാം. ഓക്കെ, അപ്പോൾ കോട്ട് എവിടെയെന്നാണ് എന്നോട് സതി ബാബുരാജ് ചോദിക്കുന്നത്. ഓക്കെ, VC തോമസ് പറയുന്നു, എല്ലാ ജാതിയിലും പെട്ടോ പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്തണം, അതാണ് ന്യായം എന്ന് പറയുന്നു. ഓക്കെ, ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് നന്നാകട്ടെ, ആർക്കും അസൂയ വേണ്ട എന്ന് പറയുന്നു. ഓക്കെ, ഗുഡ്. സുബ്രഹ്മണ്യൻ നമ്മുടെ പ്രേക്ഷകൻ എറണാകുളത്തു നിന്നാണ് ചേരുന്നത്. ശ്രീ സുബ്രഹ്മണ്യൻ. ഹലോ, നമസ്കാരം. നമസ്കാരം. എനിക്കൊരു ചെറിയൊരു കംപ്ലൈന്റ് പറയാനുണ്ട്. പറഞ്ഞോളൂ. 2 ദിവസം ന്യൂസ് 18 കേട്ടില്ല. അപ്പൊ ഞാൻ ACB വിളിച്ച് പറഞ്ഞു അവര് ഇത് മുതൽ പേ ചാനലാക്കിയെന്ന്. പക്ഷെ ന്യൂസ് ചാനലൊന്നും പേ ചാനൽ ഇതുവരെ ഇല്ലായിരുന്നു തോന്നുന്നു. എന്തുകൊണ്ടെന്ന് അറിയില്ല, കുറഞ്ഞിട്ടോ എന്തായാലും. ഈ സംവരണത്തിനെ പറ്റി മതാടിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്നത് ശരിയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ പല ന്യൂനപക്ഷങ്ങളും ഉണ്ടല്ലോ. ക്രിസ്ത്യൻസ് ന്യൂനപക്ഷമാണ്, സിഖ്സ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ശരിയാണുള്ള വഴിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായും അപ്പോൾ താങ്കൾ വിചാരിക്കുന്നത് ഷെഡ്യൂൾ വിഭാഗത്തിൽപ്പെട്ടവർക്കും
പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സംവരണം നൽകുക എന്നതാണ് അല്ലേ? ഓക്കെ, യെസ്, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ സംവരണത്തെക്കുറിച്ച് DK ശിവകുമാറിൻ്റെ പ്രസ്താവന വിവാദമാകാൻ ഒരു കാരണം ഭരണഘടന മാറിക്കൊണ്ടിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം ഭരണഘടനയെ മാറ്റുന്ന കോടതി വിധികൾ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതാണ് ബി ജെ പി ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി എടുത്തത്. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അത് ചെയ്യും എന്ന് അവർ പറയുന്നു. അപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ നേരത്തെ ഒരു പ്രയോഗം പ്രധാനമന്ത്രി വലിയ വാദമായി എടുത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ 2024 തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അത് അദ്ദേഹം ഉന്നയിച്ചിരുന്നു. കാരണം 2009 മൻമോഹൻ സിംഗ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയതിനെ സംബന്ധിച്ചുള്ളൊരു ഇത് വന്നത്. അന്ന് മൻമോഹൻ സിംഗിനോട് ചോദിച്ച ചോദ്യം, താങ്കൾ ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് ഈ ഇന്ത്യയുടെ റിസോഴ്സസിന് മുകളിൽ, ഇന്ത്യയുടെ വിഭവങ്ങൾക്ക് മുകളിൽ ഏറ്റവും പ്രഥമ അവകാശമുണ്ട് എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചിരുന്നു. അത് അദ്ദേഹം പറഞ്ഞത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവരുടെ കൂടെ ഉന്നമനം താൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിൽ അത് പറയുകയും ആ വാക്കുകൾ പിന്നീട് വലിയ വിവാദമാവുകയും ചെയ്യുകയും ചെയ്തു. അരവിന്ദാക്ഷൻ, നമ്മുടെ പാലക്കാട്ട് നിന്നുള്ള അരവിന്ദാക്ഷനാണ്. അരവിന്ദാക്ഷൻ കൊല്ലംകോട് പറ്റുമല്ലേ താമസിക്കുന്നത്? ആലത്തൂർ, കുനിശ്ശേരി അല്ലേ? കുനിശ്ശേരി എന്നല്ലേ എന്നോട് പറഞ്ഞു? അതാ ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു, കൊല്ലംകോടാണ്. കുനിശ്ശേരി എന്ന് എന്നോട് പറഞ്ഞു, ഞാൻ ആലത്തൂർ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓർത്തു. യെസ്, നമ്മളിപ്പം കുനിശ്ശേരിയാണ്, ക്ലിയറാണ്, കുനിശ്ശേരി. അങ്ങ് ഈ TV ശ്രദ്ധിക്കുന്നത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഫോൺ ക്ലിയറായി കിട്ടുന്നില്ലേ? ക്ലിയറാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങ് ഈ സംവരണ വിവാദം വീണ്ടും ഒരു വിവാദമായി ആളിക്കത്തുന്നതിന് പുറകിലെ കാരണം എന്താണെന്നാണ് കണക്കാക്കുന്നത്? നമ്മൾ അതായത് മതാടിസ്ഥാനത്തിലുള്ള പിരിഞ്ഞൊക്കെ തന്നെ രാഷ്ട്രീയക്കാർ ഈ സംവരണം കൊടുക്കുമ്പോൾ കൃത്യമായ ഒരു പഠനം നടത്താതിരുന്നാൽ ഇതര മതസ്ഥർ സത്യത്തിൽ വല്ലാത്ത വിഷമത്തിലാവും. എപ്പോഴും സാമ്പത്തിക സംവരണമാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷെ രാഷ്ട്രീയക്കാർ അവരെ സുഖിപ്പിക്കാനും അല്ലെങ്കിൽ വോട്ട് ലക്ഷ്യം വെച്ചും ചെയ്യുന്നതല്ലേ ഇതൊക്കെ. എന്തുതന്നെ ആയാലും സാമ്പത്തിക സംവരണമാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ മതാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ കൃത്യമായ പഠനം അല്ലെങ്കിൽ കമ്മീഷൻ വെച്ച് പഠിച്ച് മറ്റ് മതസ്ഥരെ വിശ്വസിച്ചെടുക്കാതെ ചെയ്യുന്നത് എപ്പോഴും തിരിച്ചടിയാവും. അതാണ് എൻ്റെ സുശക്ത അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഫയർഫ്ലൈ പറയുന്നു വർഗീയത വേണ്ട, BJP വേണ്ട എന്ന് പറയുന്നു. ഓക്കെ, ഏതായാലും നമുക്ക് ആ DK ശിവകുമാർ പറഞ്ഞ വാക്ക് ഒന്ന് കേൾക്കാം. പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഒരു കൃത്യത അതിൽ വരാൻ വേണ്ടിയാണ്. അത് DK ശിവകുമാർ പറഞ്ഞത് ന്യൂസ് 18 സംഘടിപ്പിച്ച ഡയമണ്ട് സ്റ്റേറ്റ് സമ്മിറ്റിലായിരുന്നു. അത് ആ വാദകമാണ് പിന്നീട് വലിയ വിവാദങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തത്. അപ്പോൾ ന്യൂസ് 18 ഇന്ത്യയുടെ ഡയമണ്ട് സ്റ്റേറ്റ് സമ്മിറ്റിൽ DK ശിവകുമാർ നടത്തിയ ആ പ്രതികരണം കേൾക്കാം. Let us see, let us watch, let what court comes out. We have started something. I know that everyone will go to the court. Let us wait for some good day. Good day will come. Lot of changes are there. Constitutions will be changing. There are judgments which alters the constitution also. യെസ്, ആ വാക്കാണ് പിന്നീട് BJP വലിയ ആയുധമായി എടുത്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ വിൽ ബി ചേഞ്ചിങ് എന്ന്. അപ്പോൾ സംവിധാൻ ഖത്രേ മേ ഹേ എന്ന്, അല്ലെങ്കിൽ ഭരണഘടന അപകടത്തിലാണ് എന്നെല്ലാ ഘട്ടത്തിലും പറഞ്ഞു നടക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വാക്ക് അവർ BJP വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണ്. കാരണം കോൺഗ്രസ് അവരുടെ BJPയുടെ ന്യായീകരണം ഇങ്ങനെയാണ്. കോൺഗ്രസ് എല്ലാ ഘട്ടത്തിലും പറയുന്നു സംവിധാൻ ഖത്രേ മേ ഹേ, ഭരണഘടന അപകടത്തിലാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഇൻ ഡേഞ്ചർ എന്ന് പറയുമ്പോഴും തങ്ങൾ അധികാരത്തിൽ വന്നാൽ തങ്ങളുടെ വോട്ട് ബാങ്കിനനുസരിച്ച് ഭരണഘടന മാറ്റാനുള്ളൊരു പദ്ധതി കോൺഗ്രസിനുണ്ട് എന്ന വലിയ ആരോപണം മുന്നിൽ വെച്ചാണ് അവർ സംസാരിക്കുകയും ചെയ്യുന്നത്. ജിത്തു എന്നൊരു പ്രേക്ഷകൻ നമുക്കിപ്പം അജിത്ത് കോഴിക്കോട് നിന്നാണ് ചേരുന്നത്. അജിത്തിന് കേൾക്കാമോ? നമസ്തേ, ഞാൻ ആദ്യം ജിത്തു എന്നാണ് കേട്ടത്. യെസ്, ഓക്കെ. അജിത്ത്, ശ്രീ അങ്ങക്ക് എന്ത് തോന്നുന്നു, ഈ സംവരണ വിവാദം എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? മുതലെടുപ്പല്ലേ സർ? കാരണം കോൺഗ്രസ് പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുത്തു, ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോ ഇനി ഒരു കസവ് കൂടെ അവർക്ക് കൊടുത്തുവെച്ചാൽ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്തതാണോ പാകിസ്ഥാൻ? അത് ഒരു വിഭാഗം ആളുകൾ നമ്മുടെ മതേതര ജനാധിപത്യ നീക്കത്തോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല, മതരാഷ്ട്രവാദവുമായി വന്നു. അപ്പോൾ വലിയ കലാപങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ അവർക്ക് ഒടുവിൽ ഗാന്ധിജിക്ക് പോലും മറ്റു മാർഗമില്ലാതായി. അങ്ങനെ വിഭജനം ഉണ്ടായതല്ലേ? അല്ല, കോൺഗ്രസ് ഉണ്ടാക്കി.
നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നു. ഇതിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് നമുക്ക് വ്യക്തതയൊന്നും ഇല്ലല്ലോ സാർ. ഇനിയും ഇതേപോലെ ഒരു വിഷയം ഉണ്ടായാൽ ഒരു കഷ്ണം കൂടെ കൊടുക്കും. കോൺഗ്രസ് അല്ലേ, വലിയ ആളുകളല്ലേ. നമ്മള് ഗാന്ധിജിയുടെ പേര് പറഞ്ഞ് നമ്മള് ആളോന്നാ എനിക്ക് തോന്നുന്നത്. ഗാന്ധിജി അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വായിക്കുന്നു. അപ്പോ അതിനെ അനുകൂലിക്കുന്നതും ഈ രീതിയിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും നമ്മളിടയിൽ ഈ എന്റെ അയൽവാസികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സർ. അപ്പോ ഞങ്ങളിടയിൽ തന്നെ ആശയം കുഴപ്പമുണ്ടാക്കുകയാണ്. നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഞങ്ങൾ പരസ്പരം സംശയത്തോടുകൂടി നോക്കാനുള്ള സാഹചര്യം കോൺഗ്രസ് ഉണ്ടാക്കുകയാണ്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ. ഞാൻ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരിനെ പോലെ ഒരാളെ കാത്തിരിക്കുകയാണ്. കാരണം ഇതൊരു വലിയ വിവാദ വിഷയമായി മാറിയിരിക്കുന്നു. അങ്ങ് ഇതൊക്കെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരാളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ മതാടിസ്ഥാനത്തിലുള്ള ഒരു സംവരണം നമുക്ക് എത്ര കണ്ട് അംഗീകരിക്കാൻ കഴിയും ശ്രീ രാധാകൃഷ്ണൻ? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയ കാലം മുതൽ തന്നെ മതവിദ്വേഷത്തിന്റെ വിത്ത് ഇന്ത്യയിൽ പാകിയിട്ട് പോയതാണെന്ന് ചരിത്രം പഠിക്കുന്ന ഞാനും ബഹുമാന്യനായിട്ടുള്ള താങ്കളും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതിന്റെ ആ തീരാ ശാപം നമ്മൾ ഇന്നും ഏറ്റുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷുകാർ അവര് യാതൊരു മാർഗവുമില്ലാതെ ഇന്ത്യ വിട്ടുപോയി. അപ്പോൾ ഒരു കാലത്തും ഇന്ത്യയിൽ സമാധാനം ഉണ്ടാകരുത്. അതിന്റെ പാപഭാരം നമ്മൾ ഇന്നും കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതൊന്നും അല്ല പറയാനുള്ളത്. ബ്രിട്ടീഷ് ഇപ്പം നേരത്തെ പലരും പറയുന്നത് കേട്ടു. അവിടെ നമ്മൾ അത് പറഞ്ഞ ഏറെക്കുറെ യാഥാർത്ഥ്യമുണ്ട്. ഇപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യ കാലത്ത്, വിഭജനമുണ്ടായ കാലത്ത് മുഹമ്മദ് അലി ജിന്നയെ പിന്നെ പ്രധാനമന്ത്രിയാക്കാനും അതുപോലെ തന്നെ നെഹ്റുവുമായിട്ടുള്ള ഡിസ്പ്യൂട്ടും അതുപോലെ തന്നെ ഗാന്ധിജിക്ക് നെഹ്റുവിനോടുള്ള വിധേയത്വവും ഒക്കെ കൊണ്ടൊരു പക്ഷേ നെഹ്റു ആ സ്ഥാനം വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ വിഭജിക്കപ്പെടില്ലായിരുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതിന്റെ ആ ഒരു വിഷലിപ്തമായിട്ടുള്ള ആ ഒരു മാലിന്യം ഇന്നും നമ്മൾ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ കൊടിയ മതവിദ്വേഷം ഇന്നും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 4% മുസ്ലിം സംവരണം എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഹാലിളകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വം, BJPയുടെ തീവ്രമായ ഹിന്ദുത്വം. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഇതിന് രണ്ടിനും മധ്യമുള്ള ഒരു പ്രത്യയ ശാസ്ത്രമാണ് ഇടതുപക്ഷത്തിൻ്റെത്. എല്ലാവരെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനം. ഇതിനൊന്നും നമ്മൾ കാട് കയറേണ്ട ആവശ്യമില്ല. എനിക്കും ബഹുമാന്യനായിട്ടുള്ള താങ്കൾക്കും ഈ പൊതുജനങ്ങൾക്കും എല്ലാം അറിയാം, കോൺഗ്രസിനൊരിക്കലും ഹിന്ദുത്വമായിട്ടുള്ള ഒരു അജണ്ടയിൽ നിന്ന് നിൽക്കാൻ സാധിക്കില്ല. അവർ ചില മതേതരത്വം എന്നും പറഞ്ഞ ചില ഗിമ്മിക്കുകൾ കാണിക്കുന്നു എന്നുള്ളതല്ലാതെ തികച്ചും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കും. BJPയെ പോലെ തന്നെ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നമ്മൾ അരിയാഹാരം കഴിക്കുന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ തമ്മിൽ ഭേദം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വൈവിധ്യങ്ങളാർന്ന മതങ്ങളും അതുപോലെ തന്നെ സംസ്കാരങ്ങളും ചിന്തകളും ഒക്കെ ഉള്ള ഒരു ഇന്ത്യൻ സമൂഹത്തിൽ ഐഡിയോളജിക്കലായിട്ട് ഇടതുപക്ഷത്തിന്റെ ഐഡിയോളജി മാത്രമാണ് വരും കാലങ്ങളിലും നമുക്ക് ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളത്. ഇടതുപക്ഷത്തിന് താൽക്കാലികമായിട്ട് നമുക്ക് സംസ്ഥാന ഭരണങ്ങളൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷെ ഇന്ത്യയിൽ ഒരു മാലയിൽ വൈവിധ്യങ്ങളാർന്ന മുത്തുമണികളുള്ള മാലയെ ഒരു നൂലിലാണ് നമ്മൾ കോർക്കുന്നത്. അതുപോലെ ഉള്ള ഐഡിയോളജിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട്. അതുകൊണ്ട് 4% സംവരണമോ മറ്റു കാര്യമോ ഒന്നും നമ്മൾ ഇതിൽ കാട് കയറേണ്ട ആവശ്യമില്ല. സിമ്പിളാണിത്. എല്ലാവരെയും കൂട്ടി ഇണക്കിക്കൊണ്ട് പോകുക. മറ്റു രാജ്യങ്ങളെ പോലെയല്ല. വിവിധ മതങ്ങൾ, വിവിധ സംസ്കാരങ്ങളൊക്കെ ഉള്ള, ഞാൻ നോക്കിയിട്ട് എനിക്ക് ചെറിയ അറിവാണ്, മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത്രത്തോളം സംസ്കാരങ്ങളുള്ള ഒരു രാജ്യം വേറെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഒന്നിലധികം സംസ്കാരങ്ങൾ, ഒന്നിലധികം ഭാഷകൾ, വ്യത്യസ്തമായ ആചാരങ്ങൾ. അപ്പൊ ഇതിനെയൊക്കെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു തട്ടകം എന്ന് പറയുന്നത് ആ ചുവന്ന പ്ലാറ്റ്ഫോം മാത്രമാണെന്നാണ് ഓരോ ദിവസത്തെയും വിവാദങ്ങൾ ഈ നമ്മുടെ കേരള ജനതയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഈ ഇന്ത്യയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയും എന്ന്. പ്രത്യേകിച്ച് കേരളത്തിൽ വിഷലിപ്തമായ ഒന്നും നടക്കില്ല എന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് വിവാദങ്ങൾ ഡെയിലി 4% സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്നും എനിക്ക് തൽക്കാലം പറയാനില്ല. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഇതിൽ കൃഷ്ണദാസ് ഒരു കാര്യം പറയുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കെട്ടുതാലി വരെ പറിച്ചെടുത്തൊരു വിഭാഗത്തിന് നൽകുമെന്ന് മോദിജി പറഞ്ഞത് ശരിയാണ് എന്ന് ഇപ്പോൾ തെളിയുന്നു എന്നാണ് കൃഷ്ണദാസിൻ്റെ ഒരു പരാമർശം. സെബാസ്റ്റ്യൻ ചെറുമേൽ പറയുന്നു ക്രീമി ലെയർ എടുത്തു കളയണം എന്ന് പറയുന്നു. ഗ്ലാഡിയേറ്റർ പറയുന്നു ഇത് പ്രീണനമാണ് ഈ സംവരണമെന്ന്.
ഈ ക്രീമി ലെയർ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഒരു തവണ സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടി സാമൂഹികമായി ഉയരാൻ കഴിഞ്ഞിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അവർ മറ്റാളുകൾക്ക് അതിന് അവസരം കൊടുക്കുക എന്നത് കുറേ കൂടി നല്ലതായിരിക്കും. അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ശ്രീ അനിയൻകുട്ടൻ. ഹലോ ആ, നമസ്കാരം. ആ ഈ കറണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി പോകുന്നുണ്ട്, ഒന്നും കേൾക്കത്തില്ലായിരുന്നു. ആ അത് ശരി. ഒന്ന് കാണാനും എന്താ സാർ, ഞാൻ ഇന്നലെ കേട്ടില്ല, ഒന്നുകൂടെ ഒന്ന് പറയാവുന്ന. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഒന്ന് നമ്മുടെ യൂട്യൂബിൽ ഒന്ന് നോക്കണം, കാരണം ആ വിഷയം ഇനി വേറെ പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നുണ്ട്. യെസ്, ഇത് ക്രീമി ലെയർ എടുത്തു കളയണം എന്ന് എന്നോട് സെബാസ്റ്റ്യൻ ചെറിയർത്ത് പറയുന്നു. ഷിബു കൃഷ്ണൻ പറയുന്നു റിസർവേഷൻ ഷുഡ് ബി ഓൺ ദ ബേസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് നോട്ട് റിലിജിയൻ എന്ന് പറയുന്നു. ഓക്കെ, സെബാസ്റ്റ്യൻ ചെർമയിൽ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഫ്ലൈ ഫയർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ഷിജു കിരിയത്ത് നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സുനിൽകുമാർ പറയുന്നു എല്ലാ ജാതിയിലും സാമ്പത്തിക സംവരണം മാത്രം നടപ്പിലാക്കുക എന്ന് പറയുന്നു. പലരും യെസ്, നമ്മുടെ ഒരു പ്രേക്ഷകൻ കൃഷ്ണൻകുട്ടി എന്നൊരു പ്രേക്ഷകൻ മണിമലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, കാര്യങ്ങൾ കുറേ കൂടി ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരാളാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ സച്ചാർ കമ്മീഷൻ പോലുള്ള പഠനങ്ങൾ മുസ്ലിങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം സർക്കാർ സർവീസുകളിൽ ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ കൂടി ഈ സംവരണത്തിൻ്റെ മാനദണ്ഡങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ, അതോ ഇതൊക്കെ വെറും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ മുഖങ്ങളായി മാത്രം മാറുകയാണ്? നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് സംവരണം എന്ന് ഒരു കാര്യം മഹാനായ അംബേദ്കർ കൊണ്ടുവരാൻ കാര്യം, അന്ന് ദളിതരും ആദിവാസികളും ഒക്കെ വളരെ പിന്നോക്കമായിരുന്നു. പിന്നോക്കം പറഞ്ഞാൽ സാമ്പത്തിക പിന്നോക്കമല്ല ഉദ്ദേശിച്ചത്, സാമൂഹ്യ പിന്നോക്കാവസ്ഥയായിരുന്നു. ആ സാമൂഹ്യ പിന്നോക്കാവസ്ഥ ഇപ്പോഴും ഇന്ത്യ നിലനിൽക്കുന്നുണ്ട്. അതേസമയത്ത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നവർക്ക് ഒരു സാമൂഹ്യ പിന്നോക്കാവസ്ഥ ഇല്ല. അവർക്ക് സാമൂഹ്യ പിന്നോക്കാവസ്ഥ ഇല്ലാത്തടത്തോളം കാലം അങ്ങനെ ഇപ്പൊ പറയുന്ന ഈ കർണാടകത്തിൽ പറയുന്ന സംവരണത്തിന് ഒരു കാര്യമില്ല. ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, നമുക്ക് 1950 നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയതിനു ശേഷം ഇപ്പൊ 75 വർഷം കടന്നുപോയിരിക്കുന്നു. ഈ 75 വർഷം കൊണ്ട് നമ്മൾ ഏതെങ്കിലും വിഭാഗത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചോ? പിന്നോക്കം നിൽക്കുന്നവർ പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു കുഴപ്പമാണ്. നമ്മൾ പിന്തുടരുന്ന ഒരു മുതലാളിത്ത വ്യവസ്ഥയാണ്. അങ്ങനെ പിന്തുടർന്നു കഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കും. നോക്കൂ, 1950 പക്ഷേ ഞാൻ ശ്രീ കൃഷ്ണൻകുട്ടി പറഞ്ഞത് അതിനോട് ഞാൻ കുറച്ചൊക്കെ യോജിച്ചു. പക്ഷേ എങ്കിലും എനിക്കൊരു സംശയമുള്ളത്, ആ സാഹചര്യത്തിൽ നിന്ന് വലിയ മാറ്റം വന്നില്ലേ? ഇപ്പോൾ ഇന്ത്യയുടെ പല പ്രധാന തസ്തികകളിലേക്കും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നു. പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവരുടെ പ്രാഗൽഭ്യം തെളിയിക്കുന്നു. പല മേഖലകളിൽ അവർ നമ്മുടെ IAS അതുപോലെ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള ആളുകളായി അവർ വരുന്നു. പലയിടത്ത് MLA-മാരായി, പലയിടത്ത് MP-മാരായി, മന്ത്രിമാരായി ഒക്കെ അവർ തിളങ്ങുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റം നമ്മൾ 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു ഇന്ത്യയിൽ നിന്ന് എത്രയോ ദൂരം നമ്മൾ മുന്നോട്ട് പോയില്ലേ? നമ്മൾ പിന്നെയും പിറകിൽ തന്നെയാണ്. ഒരു തർക്കമില്ല. എന്താന്ന് വെച്ചാല്, നോക്കൂ, 1950 ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ചൈന റിപ്പബ്ലിക് ആയത്. ഈ 75 വർഷം കഴിഞ്ഞപ്പോ ചൈന എവിടെ നിൽക്കുന്നു, ഇന്ത്യ എവിടെ നിൽക്കുന്നു? അവിടെ പ്രതിപക്ഷം ഇല്ലല്ലോ. എന്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കുതിക്കാൻ സാധിക്കുന്നില്ല? നമുക്ക് ഒരു സാമ്പത്തിക നയം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാശുള്ളവര്, പൈസയുള്ളവര് കൂടുതൽ ധനവാന്മാരാവുകയും ഇല്ലാത്തവര് പിന്നെ വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ചൈനയിലും ഒരു തരത്തിൽ ക്യാപിറ്റലിസം ആയി എന്നുള്ള വിമർശനങ്ങൾ വരുന്നില്ലേ? അതൊരു വേറെ വിഷയമാണ്. എത്രമാത്രം ക്യാപിറ്റലിസം, എത്രമാത്രം അവിടെ പ്രതിപക്ഷമില്ല, ആർക്കും ഒന്നും തിരിച്ചു പറയാനില്ല. സർക്കാർ വിചാരിക്കുന്നതായിരിക്കും എളുപ്പത്തിൽ നടപ്പിലാക്കാനാവും. ഇവിടെ അങ്ങനെയല്ല, പ്രതിഷേധം വരും. ഇപ്പൊ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്നതില് ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 134 ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച്. ലോകരാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 134 സ്ഥാനത്ത് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കാത്തത്? അല്ല, ചൈനയിലെ പോലെ ഇന്ത്യയിൽ നടക്കൂ. കാരണം അവിടെ ഇപ്പൊ ജനസംഖ്യാ നിയന്ത്രണം ഒരു ചെറിയ ഉദാഹരണം കൊടുക്കും. ചൈന എങ്ങനെയാണ് ജനസംഖ്യാ നിയന്ത്രണം വെക്കുന്നത്? 2 കുട്ടികൾ. ചൈനയുടെ കാര്യം വിട്ടു. ഞാൻ പറയുന്നത്, നമ്മൾ ഇന്ത്യ ഇപ്പൊ ലോകരാജ്യങ്ങളുടെ നമ്മുടെ സ്ഥാനം എങ്ങനെയാണ്? ലോകരാജ്യങ്ങളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള ഏറ്റവും മുന്തിയ 5 രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറിയില്ലേ? നല്ലൊരു റിപ്പോർട്ട് ഉണ്ടല്ലോ. അതിന്റെ കൂടെ തന്നെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സില് നമ്മൾ 134 സ്ഥാനത്താ. അത് നമ്മൾ എന്നാണ് ഉയർന്നു വരാൻ പോകുന്നത്? അതിന്റെ കൂടെ പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 142 എന്ന് പറഞ്ഞാൽ കാശുള്ളവരുടെ കാശ് ഇല്ലാത്തവൻ ഗതികെട്ട് നടക്കുന്നു.
ഈ ഒരവസ്ഥ മാറ്റുകയല്ലേ വേണ്ടത്. അത് ഈ സമരം കൊണ്ടൊന്നും മാറില്ല. നമ്മൾ പിന്തുടരുന്ന സാമ്പത്തിക നയം വളരെ വളരെ വലിയ ആൾക്കാരെ സൃഷ്ടിക്കുകയും ഇല്ലാത്തവരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതാണ് മാറേണ്ടത്. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഓക്കെ, അജയ് കുമാർ എന്നോടൊപ്പം ചേരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ശ്രീ അജയ് കുമാർ, ഇത് മുമ്പും ഈ വിവാദം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആന്ധ്രാപ്രദേശിൽ കേട്ടു, തെലുങ്കാനയിൽ കേട്ടു, ഇപ്പോൾ കർണാടകയിൽ ഇതിന് മുന്നേയും ഈ വിവാദം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് BJP സർക്കാർ വന്നപ്പോൾ അവിടുത്തെ 4% സംവരണം എടുത്തു കളയുന്നൊരു നിലയിലേക്ക് പോയി. ഇപ്പോൾ വീണ്ടും ആവിഷ്കരിക്കാനുള്ളൊരു ശ്രമം വരികയാണ്. ശ്രീ അജയ് കുമാർ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നോക്കൂ, ഈ മതപരമായ റിസർവേഷൻ നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. എന്താണ് ഈ മൈനോറിറ്റി എന്ന് പറയുന്നത്? 20% വരുന്നവരെങ്ങനെ മൈനോറിറ്റി ആകുന്നത്? ആരും ആയിക്കോട്ടെ, മൈനോറിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ഹാവ് എ ലിമിറ്റ് അപ് ടു 5% മാക്സിമം. 5% താഴെയുള്ളവരെ മൈനോറിറ്റി കാസ്റ്റ് ആയിട്ട് പരിഗണിക്കുക. ബാക്കിയുള്ളവരെ ഡിപ്രൈവ് കാസ്റ്റ്, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറയുന്ന സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും മറ്റ് സമുദായത്തിലുണ്ടെങ്കിൽ അവർക്കും കൊടുക്കുക. മനസ്സിലായല്ലോ? അല്ലാതെ ഈ സാമുദായിക, അതായത് ഈ രാജ്യം തന്നെ ഡിവൈഡ് ചെയ്തത് സമുദായത്തിന്റെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ മതാടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു മൈനോറിറ്റി ആവുകയാണ്. നാച്ചുറലി ഒരു മൈനോറിറ്റി ആയിട്ട് ഞങ്ങൾക്ക് മൈനോറിറ്റിയുടെ വേറെയും ബെനിഫിറ്റ് വേണം എന്ന് പറയുന്നത് എത്ര ദയനീയമാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഒന്ന് എടുത്തു നോക്കൂ. നിങ്ങൾ ഒരു കൃത്യമായ ഒരു റൂട്ട് ലെവൽ സ്റ്റഡി ചെയ്ത് നോക്കൂ. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും ഈ മുസ്ലിം സംവരണവുമായിട്ട് ബന്ധപ്പെട്ട്, ന്യൂനപക്ഷ സംവരണവുമായി ബന്ധപ്പെട്ട് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു വ്യക്തിയുടെയോ ഒരു അവർക്ക് വേണ്ടി 10 മാറ്റിവെച്ചത് മറ്റ് സംവരണത്തിൽ പോയി എന്നല്ല പറയുന്നത്. അതായത് ഒരു 10 വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഈ സംവരണവുമായിട്ട് ബന്ധപ്പെട്ടതല്ല 5 എണ്ണം അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി 5 ഇവർക്ക് കുറവാണ് കിട്ടുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അതായത് വളരെ കുറവ് നിയമനങ്ങൾ, ഇപ്പോൾ ഒരു സീറ്റിന്റെ കാര്യം വരുമ്പോൾ അതിങ്ങനെ ടേൺ വെച്ച് പോകുമ്പോൾ സമയമെടുക്കും. മനസ്സിലായില്ലേ? ഇത് വളരെ ദയനീയമാണ്. നമ്മൾ ഒരു തമാശയ്ക്ക് വേണ്ടി ചിന്തിച്ചു നോക്കും. ഇപ്പൊ യൂസഫ് അലി, അദ്ദേഹം വലിയ പണക്കാരനാണ്. ഞാൻ ഒരു തമാശയ്ക്ക് വേണ്ടി ഒന്ന് സ്റ്റഡി ചെയ്ത് പോകും. അദ്ദേഹത്തിന്റെ മക്കൾക്കും കിട്ടും സംവരണം. അദ്ദേഹത്തിന്റെ വീട്ടിലെ ഡ്രൈവർ നായരായിരിക്കും, അല്ലെ ക്രിസ്ത്യാനി ആയിരിക്കും, അവർക്കില്ല സംവരണം. നോക്കൂ, എത്ര ദയനീയമാണിത്. ഇത് ദയനീയമാണ്. ഇത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വ്യക്തമാണ്, താങ്കളുടെ പ്രതികരണം വ്യക്തമാണ്. ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഇത് വിവാദമാകുന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയും ഈ വിഷയം തൻ്റെ പ്രസംഗത്തിൽ അല്ലെങ്കിൽ വാർത്താസമ്മേളനത്തിൽ ഉയർത്തിയിരുന്നു. നമുക്ക് ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. ഇതിൻ്റെ ഒരു BJP ഏത് തരത്തിലാണ് അതിനെ നോക്കിക്കാണുന്നതെന്ന് മനസ്സിലാക്കാം. So religion based reservation is not possible. Backward class within that religion, it is there. कर्नाटक में है, महाराष्ट्र में, बहुत जगह पर है बैकवर्ड कम्युनिटीज विद इन. सी दैट इज वाई रिलीजन बेस्ड रिजर्वेशन इज नॉट एक्सेप्टेड इन द कॉन्स्टिट्यूशन authored by Dr. Baba Saheb Ambedkar. Yes. Anybody who thinks of this, they are going against the wishes of the founding fathers of the constitution. Yes. നമുക്കൊപ്പം നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ശശിധരൻ വയലാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഇന്ന് പൊതുവേദിയിൽ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ സംവരണം രാജ്യത്തെ ഒരു വിഭാഗത്തെ കൂടുതൽ ദേശീയധാരയിലേക്ക് അടുപ്പിക്കുകയും അവരെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യും എന്നാണോ കരുതുന്നത്? അതോ അത് ഒരു അനീതിയായിട്ടാണോ താങ്കൾ നോക്കിക്കാണുന്നത്? നമസ്കാരം മനോ. നമസ്കാരം. സുഖല്ലേ? സുഖം. നിങ്ങളുടെ സുഖം അന്വേഷിച്ചു പോയാൽ ഞാൻ മോശക്കാരാ, പോട്ടെ. പിന്നെ ഈ വിഷയത്തിൽ പറയുമ്പോൾ എന്റെ വ്യക്തിപര അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടിയാ പറയുന്നത്. ഞാനിപ്പോ ഈ സംവരണം എന്ന് കേൾക്കുമ്പോ സത്യത്തിൽ ഞാൻ ഒരു പേടി പോലെ തോന്നുന്നു. കാര്യം എന്നറിയോ, ഈ മുമ്പ് ഈ ഗ്രാമസഭകളിലൊക്കെ പോവുമായിരുന്നു. ഗ്രാമസഭകളിലൊക്കെ പോയി 2-3 പ്രാവശ്യം പോയി കഴിയുമ്പോ ഞാൻ നമ്മുടെ വീട്ടുകാരോട് പറഞ്ഞു, എന്തിനാ വേറെ പണിയൊന്നും ഇല്ല, കഷ്ടപ്പെട്ട് വലിഞ്ഞ് ഈ പ്രായമുള്ള ആളുകളൊക്കെ അവിടെ ചെന്നൂട്ടിട്ടുണ്ട്. അതിനകത്തുള്ള കുഴപ്പമെന്ന് അറിയാം, ആ ഒരു 10-12 പേജ് ഉണ്ടാവും ഈ തരുന്ന പേപ്പറിൽ. അതിനകത്ത് കുറെ നല്ല ആനുകൂല്യങ്ങൾ മുഴുവൻ ഇങ്ങനെ എഴുതിയിട്ടേക്ക്.
എല്ലാം പട്ടികവർഗം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇച്ചിരി കിട്ടുന്ന വല്ല വിധവകൾക്ക് അതുപോലെ പിന്നെ ജനറൽ എന്ന് പറഞ്ഞാലാണ് ബാക്കി മുഴുവൻ കിടക്കുന്നത്. ഈ ജനറലിന് കിട്ടുന്നത് നട്ടാക്കുരുക്കാത്ത കുറെ പയർവർഗ്ഗങ്ങളും അതുപോലുള്ള എന്തെങ്കിലും സ്ഥിരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വേണ്ട. അപ്പൊ ഇതിപ്പോ വന്ന് എല്ലാ മേഖലയും സംവരണം വന്നു. അത് കൂടാതാണ് ഇനിയിപ്പോ ജാതിയുടെ പേരിൽ കൂടെ ഇതെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് വേണ്ടത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ആത്മാർത്ഥത്തോടെ ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത്. എങ്ങനെ വോട്ട് കൂടുതൽ കിട്ടാം, ഏത് സമുദായത്തെ പിടിച്ചാൽ കൂടുതൽ നിലനിൽപ്പുണ്ടാകും, അതിനുവേണ്ടി മാത്രം കളിക്കുന്ന ഒരു കളിയാണെന്ന് നമുക്ക് പറയാം. ഈ കാലം കഴിഞ്ഞു പോയി, ജാതി സംവരണത്തിന്റെ കാലം തന്നെ അതിക്രമിച്ചു പോയി. അതിന് വേണം വളരെ തുച്ഛമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് മാത്രം മതി. ഈ കാണാനും പിടിക്കുന്നതിനും എല്ലാത്തിനും ജനത്തിന് എന്തെങ്കിലും സഹായം ചെയ്യുന്നതിലും എല്ലാത്തിലും കൊണ്ട് ഇത് തന്നെ കയറ്റിവിടേണ്ട കാര്യമൊന്നുമില്ല. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും കണ്ണൊക്കെ ഭേദമായി സുഖമായി ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിൽ സന്തോഷം. യെസ്, സുബ്രൻ പറയുന്നത് വളരെ കുറച്ചു കാലം കൂടി കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടാകുള്ളൂ എന്നാണ്, അവർക്കിനി സ്ഥാനമില്ല എന്നാണ് സുബ്രൻ്റെ നിലപാട്. ഓക്കെ. അതേസമയം കൃഷ്ണദാസ് പറയുന്നത് ഇടത് പ്ലാറ്റ്ഫോമാണ് പാലോളി കമ്മീഷൻ വെച്ച് ന്യൂനപക്ഷങ്ങൾക്ക് കാര്യങ്ങൾ വാരിക്കോരി കൊടുത്തത് എന്ന് രാധാകൃഷ്ണൻ മറക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാത്തന്നൂർ രാധാകൃഷ്ണനാണ് ആ വിമർശനം പോകുന്നത്. അപ്പോൾ ഷിജു എന്നോട് പറയുന്നത് പൊതുവേദിയിൽ താങ്കൾക്കൊപ്പം തിലകൻ്റെ പാട്ട് കൂടി ഉണ്ടെങ്കിൽ ഒരു കട്ടൻ ചായയും വടയും കിട്ടുന്ന ഫീലാണെന്നാണ്. തിലകന് നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ് അദ്ദേഹം. തിലകൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് വിളിക്കുന്നത്. തിലകൻ്റെ പാട്ടിന് ഇപ്പോൾ ധാരാളം ആരാധകർ വന്നുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഇന്ന് തിലകൻ എന്താണ് വരാത്തത്, പാട്ട് പാടാത്തത് എന്ന് ചോദിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തിന് ഇന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല, വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ശ്രീ റഷീദാണ്. ശ്രീ റഷീദും ഈ വിഷയം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കിയ ഒരാളായിരിക്കുന്നു ഞാൻ കരുതുന്നത്. ശ്രീ റഷീദ്, ഇത് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത ഒന്നാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും പ്രയോഗിച്ച് ഒക്കെ നടത്തി പരീക്ഷിച്ചൊരു സംഭവമാണ്. വീണ്ടും കർണാടകയിൽ ഈ 4% സംവരണം എന്ന ആശയത്തിലേക്ക് കോൺഗ്രസ് വരികയാണ്. പക്ഷേ രാജ്യവ്യാപകമായി BJP അതൊരു ആയുധമാക്കുകയാണ്. ഈ സാഹചര്യത്തെ ശ്രീ റഷീദ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മുടെ രാജ്യത്ത് സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള ലളിത പിന്നോക്ക ന്യൂനപക്ഷ സമുദായങ്ങളെ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന സന്ദേശത്തോടു കൂടി രാഷ്ട്രശില്പികൾ അംബേദ്കറും നെഹ്റുവും അടക്കമുള്ള രാഷ്ട്രശില്പികൾ വിഭാവനം ചെയ്തതാണ് ഈ സംവരണം. ഈ സംവരണം യഥാർത്ഥത്തിൽ അത് വേണ്ട രൂപത്തിലാവുന്നുണ്ടോ എന്ന് പലപ്പോഴും കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്. കോത്താർ കമ്മീഷൻ അടക്കം ഒരുപാട് കമ്മീഷൻ, അവസാനം സച്ചാർ കമ്മീഷൻ അടക്കം പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ പറഞ്ഞ വിഭാഗത്തിന് വേണ്ട വിധത്തിൽ ഇപ്പോഴും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ്. പിന്നെ എന്തിനാണ് ഈ സംവരണം എന്ന് കേൾക്കുമ്പോൾ വിരളി പിടിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. എല്ലാ സമുദായങ്ങളും രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് വരട്ടെ, അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നവർ നമ്മളെല്ലാവരും ഒരേപോലെ ആയിക്കഴിഞ്ഞാലല്ലേ രാജ്യ പുരോഗതി വരുന്നുള്ളൂ. രാജ്യത്തിന്റെ പുരോഗതി അളക്കുന്നത് എല്ലാവരും ഒന്നിച്ച് ഒരേ രീതിയിൽ പോകുമ്പോഴാണ് രാജ്യത്തിന്റെ പുരോഗതി അളക്കുക. അത് മഹാനായ ഗാന്ധിജിയും പറഞ്ഞത് അത് തന്നെയാണ്. ഗ്രാമവികസനത്തിലൂടെയാണ് രാജ്യത്തിന്റെ വികസനം. അതേപോലെ രാജ്യത്തിന്റെ അടിത്തട്ടിൽ നിൽക്കുന്ന ആളുകൾ മുൻനിരയിലേക്ക് വന്നാൽ ആണ് രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാവുക എന്നൊക്കെ വിഭാവനം ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് ഇരുട്ടിൽ തപ്പുന്നത്? നമ്മൾ എന്തിനാണ് ഈ ഇല്ലാത്ത കാര്യങ്ങൾ നുണപ്രചരണം നടത്തി ഇങ്ങനെയുള്ളൊരു സംവിധാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. യെസ്, വളരെ വ്യക്തമാണ് ശ്രീ റഷീദിൻ്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. രാം എന്നൊരു പ്രേക്ഷകൻ പറയുകയാണ്, ഈ വിഷയം ചർച്ച ചെയ്തതുകൊണ്ട് ന്യൂസ് 18 സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുവാനാണ് ശ്രമിക്കുന്നതെന്നാണ്. അങ്ങനെ സമൂഹത്തിൽ സ്പർദ്ധ വളർത്താതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അത് കേരള സമൂഹം എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്ന ഒരു ചോദ്യം ഉയർത്തുമ്പോൾ ഉടനെ ഈ കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലം അങ്ങ് തർക്കിച്ച് അടിപിടി കൂടും എന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. അത് അങ്ങയുടെ തെറ്റിദ്ധാരണയാണ്. ഇവിടെ മനുഷ്യർ എല്ലാ കാലത്തും ഐക്യത്തോടെയും സ്നേഹത്തോടെയുമാണ് ജീവിച്ചിട്ടുള്ളത്. ഏതെങ്കിലും വിഭാഗത്തിന് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതിന് എല്ലാ കാലത്തും പിന്തുണ നൽകിയിട്ടുള്ള ഒരു നാട് തന്നെയാണ് നമ്മുടെ കേരളം എന്നത്. മാത്രമല്ല, സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടി ഈ നാടിൻ്റെ മുൻനിരയിലേക്ക് വന്ന എത്രയോ ആളുകൾ നമുക്ക് മുന്നിൽ തെളിവുകളായുണ്ട്.
അപ്പോൾ ഇതൊക്കെ സാമൂഹ്യ സ്പർദ്ധ വിളിച്ചു വരുത്താനോ അടിച്ചുണ്ടാക്കാനോ അല്ല. ശ്രീരാമിന് ഇതൊക്കെ എന്തെങ്കിലും ഒരു കാര്യം മുസ്ലിം സംവരണം എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഹിന്ദു സംവരണം എന്ന് പറയുമ്പോഴോ പട്ടിക വിഭാഗം എന്ന് പറയുമ്പോഴോ ഉടനെ ഇവരെയൊക്കെ തമ്മിൽ തെറ്റിക്കാൻ നടക്കുന്ന ഒരു നീക്കമാണെന്ന ധാരണയില്ല. സാമൂഹികരമായ ഒരു മാറ്റത്തിനും പൊതുവായുള്ളൊരു പുരോഗതിയും മാത്രമാണ് ഇതിൽ ലക്ഷ്യം വയ്ക്കുന്നത്. അത് ഈ കാണുന്ന മലയാളികളായ പൊതുവേദിയുടെ പ്രേക്ഷകരെ അങ്ങേയറ്റം ആദരിച്ചും ബഹുമാനിച്ചും അവർക്കുള്ളിലെ മതേതര നിലപാടുകളെ ബഹുമാനിച്ചും ഉൾക്കൊണ്ടുമാണ് ഞങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. അതാണ് അതിലെ കാര്യം. ഓക്കെ, റഷീദിനെ അംഗീകരിക്കുന്നു ഫയർഫ്ലൈ. ഓക്കെ, ശ്രീ റഷീദ് നമ്മുടെ ന്യൂസ് 18-ൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ റഷീദിന് ഫയർഫ്ലൈ അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ പൊക്കി തംസപ്പൊക്കെ നൽകുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ഷിനോയ്, ബിനോയ് 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 യെസ്. ഞാൻ ആദ്യം ഷിനോയ് എന്നാണ് കേട്ടത്, അപ്പോൾ ഞാൻ വേറെ ആരോ ഒന്ന് വിചാരിച്ചു. ബിനോയ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. യെസ്, നമസ്കാരം ശ്രീ ബിനോയ് ഈ കർണാടക സർക്കാരിൻ്റെ ഈ നിലപാടിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഇത്ര കണ്ട് വിവാദമാക്കേണ്ട ഒന്നാണോ? ഒരു വിവാദമാക്കേണ്ട ആവശ്യമില്ല. രണ്ട് കൈയും നീട്ടി കർണാടകയിലെ ജനങ്ങൾ അത് സ്വീകരിക്കും. പിന്നെ എനിക്ക് പറയുവാനുള്ളത്, ഈ കുറെ പേര് അവരുടെ അഭിപ്രായം പറയുമ്പോൾ ഞാനൊരു അഭിപ്രായം പറഞ്ഞുതരാം. ഇത് ഇങ്ങനൊരു സംവരണം ഇന്ത്യയിൽ ആദ്യമായിട്ടല്ല, അതാദ്യം മനസ്സിലാക്കുക. ഇന്ത്യയിൽ കോൺഗ്രസിനെ ഈ സംസാരിക്കുന്നവരെല്ലാം കോൺഗ്രസിനെ കുറ്റം പറയാനാണ് അവരെല്ലാം ഉദ്ദേശിച്ചത്. പക്ഷെ കോൺഗ്രസ് ചെയ്തത് എന്തുവാ, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, പിന്നോക്കങ്ങളിൽ നിൽക്കുന്ന ജാതി അടിസ്ഥാനമാവട്ടെ എന്താവട്ടെ പിന്നോക്കങ്ങളിൽ നിൽക്കുന്ന ആളുകളെയും കൂടി മുൻനിരയിൽ കൊണ്ടുവന്ന്, ചിലപ്പോൾ അവർക്ക് മറ്റു ബന്ധങ്ങളും മറ്റു ബുദ്ധിയും യുക്തിയും ഒന്നും കാണില്ല, അതുപോലെയുള്ള ആളുകളെ നമ്മൾ മുന്നിൽ കൊണ്ടുവരും. ചിലപ്പോൾ അതിന് ജാതി ഒരു ഘടകമായിരിക്കും, അതൊന്നും നമ്മൾ നോക്കണ്ട. എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞല്ലോ, ഇത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നാനത്വത്തിൽ ഏകത്വമാണ്, എത്ര വൈരുദ്ധ്യങ്ങളുള്ള നാടാണ് നമ്മളുടെ. അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പിന്നോക്കം നിൽക്കുന്നവരെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി പല പദ്ധതികളും പല സംഭവങ്ങളും ആസൂത്രണം ചെയ്യും. അതിന്റെ ഭാഗമായി കണക്ക് കൂട്ടിയാൽ മതി. അപ്പൊ വിളിക്കുന്നവരെല്ലാം കോൺഗ്രസിന്റെ നെഞ്ചത്തോടാണ് കയറുന്നത്. കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു ഒരു പ്രസ്ഥാനം ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഉള്ളവനും ഇല്ലാത്തവനും ഹൈന്ദവനും ക്രിസ്ത്യാനിക്കും മുസൽമാനും അതിനൊക്കെ താഴ്ന്ന ജാതിക്കാരനും മേലാളനും എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ പറ്റുന്ന ഈ നാട്ടിൽ സംവരണം എന്നുള്ളത് അത്യാവശ്യം തന്നെയാണ്. അതിനകത്ത് ഒരു മാറ്റവുമില്ല. മിക്ക സംസ്ഥാനങ്ങളിലും OBC ആണ് ഉള്ളത്. ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്കറിയാം 7% മുസ്ലിങ്ങൾക്ക് സംവരണമുണ്ട്. പിന്നോക്കങ്ങളിലായിരുന്നു. ഇപ്പൊ മനു സൂചിപ്പിച്ച പോലെ തന്നെ സർജാർ കമ്മിറ്റിയുടെ കമ്മീഷൻ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. സർജാർ കമ്മിറ്റി അതിനകത്തൊരു അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എവിടെയാണോ പോസ്റ്റുലൈറ്റിന്റെ വെട്ടം തീരുന്നത് അവിടെയാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളുടെ ജീവിതം തുടങ്ങുന്നതെന്ന്. അത് കണ്ടുകൊണ്ടായിരിക്കും DK കർണാടകയിൽ DK അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും 4% സംവരണം കൊടുക്കാൻ ഒരു ചർച്ചയായിട്ട് അവരെടുത്തത്. അതൊരു വലിയ ഒരു ബലൂണാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ന്യൂസ് 18 അത് ചർച്ചയ്ക്ക് എടുക്കുന്നത് സത്യത്തിൽ നല്ലൊരു പോസിറ്റീവാണ്. ന്യൂസ് 18 ഇപ്പൊ പറഞ്ഞ കണക്ക് ഇത് ജനകീയ വിഷയങ്ങളല്ലേ, അപ്പൊ ആ വിഷയം ഉറപ്പായിട്ടും ന്യൂസ് 18 ചർച്ചയ്ക്ക് എടുക്കുന്നതിനെ ഞാൻ 100% അംഗീകരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഏറ്റവും നല്ല കാര്യമാണ് ചെയ്യുന്നത്. പിന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ അത് തന്നെ ഇവിടെ കൃത്യമായി നടപ്പാക്കിയിട്ടില്ല. ഇപ്പൊ ഞാൻ ജാതിയും മതമൊന്നും പറയുന്ന ആളല്ല മനു. ഹലോ, കേൾക്കുന്നു. ജാതി മതം ഒന്നും പറഞ്ഞില്ല. താങ്കൾ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്, വളരെ നിഷ്പക്ഷമായ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളാണ്. അല്ല, പൊതുവായിട്ട് അഭിപ്രായം പറയാം. സർജാർ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങ് നടപ്പിലാക്കിയാൽ മതി, ഇതെല്ലാം കറക്റ്റ് ആവും. അതൊന്നും ഈ സമയം കിട്ടിയ ആളുകൾ സർജാർ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചാൽ എല്ലാത്തിനുള്ള ഉത്തരം കിട്ടും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, അത് കൃത്യമാണ്. അപ്പോൾ രാം വീണ്ടും എനിക്ക് മറുപടിയുമായി വരികയാണ്. നിങ്ങൾ TRP കൂട്ടാൻ അല്ലേ ശ്രമിക്കുന്നതെന്നാണ് ശ്രീ റാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ പൊതുവേദിയുടെ പ്രേക്ഷകരും നമ്മളൊരു കൂട്ടായ്മയാണല്ലോ, എല്ലാവരും അറിയാനുള്ളൊരു കാര്യം, ഞങ്ങൾ ന്യൂസ് 18 ഇങ്ങനെ ഒരു പരിപാടി വിഭാവനം ചെയ്യുമ്പോൾ, മറ്റു പല പരിപാടികളും നമ്മൾ വിഭാവനം ചെയ്യുമ്പോൾ ഒരു പക്ഷേ അതിൽ TRP നോക്കുമായിരിക്കാം, അല്ലെങ്കിൽ പരസ്യ വരുമാനം നോക്കുമായിരിക്കാം, അതൊക്കെ ഒരു ബിസിനസ് തന്ത്രത്തിൻ്റെ ഭാഗമായിരിക്കും. പക്ഷേ ഈ പൊതുവേദി എന്ന പരിപാടി വിഭാവനം ചെയ്യുമ്പോൾ അതിൽ ഈ ഘടകങ്ങളൊന്നും പരിശോധിച്ചില്ല.
കാരണം ഒരു വിഭാഗം ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം ഇങ്ങോട്ട് പറയാനുള്ള ഒരു അവസരം നൽകുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ അതിന് പുറകിലുണ്ടായിരുന്നു. ഒരുപക്ഷെ ഏറ്റവും കുറവ് TRP കിട്ടുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും എന്ന വലിയ ആശങ്കയോടുകൂടി തന്നെയാണത് തുടങ്ങുകയും ചെയ്തത്. പക്ഷേ ഇന്ന് ഞങ്ങളുടെ ഒരു മികവായി അത് പറയുകയില്ല. കേരളത്തിലെ പ്രേക്ഷകർ അവതരിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ പൊതുവേദിയെ വലിയ തോതിൽ അംഗീകരിക്കുന്നു. ഞങ്ങൾ ഈ വൈകുന്നേരം കൂടുന്ന മനുഷ്യർ കേരളത്തിലെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നു. ഞങ്ങൾ പരസ്പരം തർക്കിക്കുന്നു, കലഹിക്കുന്നു. അതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു. അതാണ് പൊതുവേദി എന്ന കൂട്ടായ്മയെ ശക്തിപ്പെടുന്നത്. ഈ റാം ഒരുപക്ഷെ ഇത് ആദ്യമായാണെന്ന് യൂട്യൂബിൽ ഇത് കാണുന്നത്. അദ്ദേഹം തെറ്റിദ്ധരിക്കുന്നത് ഇതെന്തോ അടികൂടുന്നൊരു സ്ഥലമാണെന്നാണ്. ഇവിടെ അടികൂടുന്നവർ തമ്മിലുള്ള വലിയൊരു സ്നേഹബന്ധത്തിൻ്റെ കാര്യം ഇന്നിപ്പോൾ ഞാൻ അല്പം മുമ്പ് പറഞ്ഞില്ലേ, ആളുകൾ എന്നോട് ചോദിക്കും തിലകൻ്റെ പാട്ടെവിടെയെന്ന്. ഓരോ സ്ഥലത്തു നിന്ന് അവരെതിർക്കുന്നവരെ പോലും കാണാതായാൽ ആളുകൾ അന്വേഷിക്കുന്നു. ആശയപരമായി വ്യത്യസ്ത കോണുകളിൽ നിൽക്കുന്ന മനുഷ്യർ ഒരു സംവാദത്തിലൂടെ നാടിൻ്റെ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ആ ചർച്ച വെറും ചർച്ചയായി അവിടെ പര്യവസാനിക്കുന്നില്ല. ഇന്ന് അത് അധികാര കേന്ദ്രങ്ങളിലുള്ളവർ കേൾക്കുന്നു, അവർ അതിനനുസരിച്ച് മാറാൻ തയ്യാറാകുന്നു, നമ്മളെ അംഗീകരിക്കുന്നു. ആ മാറ്റത്തെ ഉൾക്കൊള്ളാതെ ഈ പരമ്പരാഗത രീതിയിൽ ടെലിവിഷനുകളെ കളിയാക്കുന്നുണ്ട്. അത് TRP കിട്ടാനാണ്, റേറ്റിംഗ് കിട്ടാനും. അങ്ങനെ നിങ്ങൾക്ക് പരിഹസിക്കാവുന്ന ഒരു 100 പരിപാടികൾ ഉണ്ടാകാം. പക്ഷേ അവിടെ നിൽക്കുന്നില്ല പൊതുവേദിക്ക് ആ തൊപ്പി ചേരില്ല. അതുകൊണ്ട് റാം ഒരുപക്ഷെ പൊതുവേദിയുടെ ആദ്യമായാണ് വരുന്നതെങ്കിൽ തുടർന്നും വരണം. നമുക്ക് ഈ വിഷയം കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. നന്ദകുമാർ പറയുന്നത് മതാധിഷ്ഠിത സംവരണം ശരിയല്ല, പിന്നോക്ക സംവരണം സാമ്പത്തിക സംവരണമായിരിക്കണം എന്ന് പറയുന്നു. ഓക്കെ, എൻ്റെ അടുത്ത പ്രേക്ഷകൻ രാമചന്ദ്രൻ. ശ്രീ രാമചന്ദ്രൻ കേൾക്കാമോ? യെസ്, ഞാൻ ശ്രീ രാമചന്ദ്രനിലേക്ക് വരാം. ശ്രീ മുഹമ്മദ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ആദ്യകാലം തൊട്ടുള്ള ഒരു പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ മുഹമ്മദ് പരിക്കേറ്റു എന്ന് ഒരു ദിവസം എന്നോട് പറഞ്ഞു. വണ്ടി റിവേഴ്സ് എടുക്കുമ്പോഴോ മറ്റോ വന്ന് ഇടിച്ചു. കുറച്ച് ദിവസം കിടപ്പിലായിരുന്നു. ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി മാറുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലേ ശ്രീ മുഹമ്മദ്? നമസ്കാരമുണ്ട് സാറ്. എങ്ങനെയുണ്ട് ഇപ്പോൾ ആരോഗ്യാവസ്ഥ? എങ്ങനെയുണ്ട് ആരോഗ്യാവസ്ഥ? ഇന്നും ഡോക്ടറെ കണ്ടൊക്കെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ മാസം 2ആയി. 2 മാസത്തിന് 4 ദിവസമേ കമ്മിയുള്ളൂ. അപ്പോൾ പിന്നെ വല്ലാണ്ട് ശരിയായിട്ടില്ല. എങ്കിലും കൂടി ശരിയാവും. ഞങ്ങളൊക്കെ അങ്ങയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അങ്ങയോടൊപ്പം ഉണ്ട്. ഇത് പെട്ടെന്ന് തന്നെ മാറാൻ കഴിയും എന്ന് അങ്ങ് ഞങ്ങളുടെ പൊതുവേദിയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണ്, കാരണവർ സ്ഥാനത്തുള്ള ഒരാളാണ്. അപ്പം അങ്ങ് ഇതിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അത് എന്നും ഞങ്ങൾക്കൊരു കരുത്താണ്. പിന്നെ സാറേ ഒരു കാര്യം, ഇപ്പൊ ഞങ്ങൾ പുതിയ ആളുണ്ടായി റാമിന് കുറച്ചേരം ക്ലാസ് എടുത്തു കൊടുത്തതിൽ ഒരു 1000 അഭിനന്ദനങ്ങൾ. അയാൾക്ക് ഈ പൊതുവേദിനെ പറ്റിയും ഈ ന്യൂസ് 18 പറ്റിയും മനസ്സിലാക്കി കൊടുത്തതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട്. ഇന്ന് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീ മുഹമ്മദ് ഒരു പരിക്കേറ്റ് കിടക്കുകയാണെങ്കിലും അദ്ദേഹം പൊതുവേദിയുമായി ചേർന്ന് വന്നതിൽ സന്തോഷം. ദീപു സ്ഥിരം നമ്മുടെ 17:57 എനിക്ക് നേരത്തെ വിളിച്ച് കണക്ട് ചെയ്തോന്ന് എനിക്കറിയില്ല. ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു അറിയാം. ആണോ? എത്ര നേരം കൊണ്ട് വിളിച്ചു? 8 കോള് അടിച്ചു, കിട്ടിയില്ല. ഇപ്പൊ എന്നെ 4:50 മുതൽ നിങ്ങൾ ഇങ്ങനെ എന്നെ വെയിറ്റ് ചെയ്യിച്ച് നിർത്തി ഇങ്ങനെ വെക്കുക. ഒരു കാര്യം ഞാൻ പറയാട്ടെ മനു, പറയാൻ ഉണ്ട്. കാരണം മനു ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു പറയുന്ന ഒരാളാണ്. പക്ഷെ മനു ഒരു കാര്യം പറഞ്ഞില്ല എന്നുള്ളത് എനിക്ക് ഖേദകരമാണ്. കാരണം കഴിഞ്ഞ ഈ ബൊമ്മെ സർക്കാർ, അതായത് ഇപ്പൊ DKയും സിദ്ധരാമയ്യയും വരുന്നതിന് തൊട്ട് മുമ്പാണ് കർണാടകത്തിലെ 4% ഉണ്ടായിരുന്ന മുസ്ലിം സംവരണം എടുത്തു കളഞ്ഞ് 2 സമുദായങ്ങൾക്കായിട്ട്, ഹിന്ദുവിലെ 2 സമുദായങ്ങൾക്കായിട്ട് അത് ഞാൻ പറഞ്ഞു നേരത്തെ കളഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുക്കുമ്പോ പിന്നെ എവിടെ മുസ്ലിങ്ങൾക്ക് സംവരണം? അപ്പൊ മുസ്ലിമുകൾക്ക് ആ രീതിയിൽ സംവരണം ഇല്ല. പിന്നെ 2 കോടിക്ക് താഴെയുള്ള ആൾക്കാർക്ക് അവിടെ അതും ഒരു മിഡിൽ ക്ലാസ് കോൺട്രാക്ടേഴ്സ് ആയിരിക്കും അവര്. മറ്റേതൊക്കെ ഹൈ ക്ലാസ് കോൺട്രാക്ടേഴ്സ് 2 കോടിക്ക് മേളിലും 500 കോടിയും 100 കോടിയൊക്കെ. ഈ പാവങ്ങൾ അങ്ങനെയെങ്കിലും ചെയ്യട്ടെ എന്നുള്ളതല്ലേ വേണ്ടത്? ഈ കാര്യങ്ങൾ അതായത് മുസ്ലിങ്ങൾക്കുള്ള സംവരണം എടുത്തു കളഞ്ഞ ഒരു BJP സർക്കാർ ഈ 4% ഇപ്പൊ കൊടുക്കുന്നതിന് അതിനെപ്പറ്റി കോടതികളൊക്കെ തീരുമാനിക്കട്ടെ, പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. പക്ഷെ ഈ 4% എടുത്തിടുന്ന BJPക്കാർ ഇവിടെ വന്നു കിടന്നിട്ട് ഈ വർത്തമാനം പറയുമ്പോൾ അത് മനു ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ കേട്ടത്. ഞാൻ നേരത്തെ തൊട്ട് കേട്ടിരിക്കുകയാണ്. പക്ഷെ അത് ഏതായാലും ദീപു പറഞ്ഞല്ലോ. ഓക്കെ, ഇത് സമയം പരിമിതി കൊണ്ടാണ്. നമുക്ക് നാളെയും ഈ വിഷയം ചർച്ച ചെയ്യാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. അതിനു മുമ്പ് യൂട്യൂബിൽ ഈ വിഷയം ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചിരുന്നു. യൂട്യൂബിൽ മതാടിസ്ഥാനത്തിലുള്ള സംവരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചാണോ എന്നാണ് ചോദിച്ചിരുന്നത്. 79% ആളുകൾ യെസ് എന്ന് പറയുന്നു, 29% ആളുകൾ നോ എന്നും പറയുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.